Hi, hello, good evening all. Hi all, നമ്മുടെ ഫസ്റ്റ് ലൈവ് സെഷൻ ആണ്. വീക്ക് 1ന്റെ റിവ്യൂ സെഷൻ ആണ്. How are you all? എല്ലാവരും ഇതിന്റെ നമ്മുടെ ലാസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ അറ്റൻഡ് ചെയ്തിരുന്നു എന്ന് വിചാരിക്കുന്നു. അത് അറ്റൻഡ് ചെയ്യാതെ ഇത് ഫസ്റ്റ് സെഷൻ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ അറ്റൻഡ് ചെയ്യാതെ ഇത് ഫസ്റ്റ് സെഷൻ ആയിട്ട് വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ആൻഡ് ലാസ്റ്റ് സെഷൻ, യെസ്, ഓക്കെ. പുതുതായിട്ട് വന്നവരുണ്ട്. ഒരുവിധം എല്ലാവർക്കും ബൈ നൗ എന്താണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ്. ആൻഡ് ഐ കെൻ സീ സം ഓൾഡീസ് ഹിയർ. ലാസ്റ്റ് സെഷൻ EP 1 അതായത് EP 2.0 മുമ്പ് ഉണ്ടായിരുന്ന സെഷനിൽ ഉള്ള കുറച്ച് ആൾക്കാർ എനിക്കിവിടെ കാണാം. അമീന ഇസ് ഹിയർ. എനിവൺ എൽസ് ഓൾറെഡി ലാസ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടി ഈ സെഷനിലും കൂടെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടോ? I can see Amina, I can see Sangeeta. Anyone else? Yes, Gauri is here. Okay, fine. Thank you for your replies. Thank you for the messages. So just a brief introduction പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ഫസ്റ്റ് സെഷൻ ആണെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്താണെന്ന് ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വെൽക്കം ടു അവർ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻ. സോ ഇവിടെ ഇത്ര ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യിക്കുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ആക്റ്റീവായി നിൽക്കുക. ഓക്കെ. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീക്കിൽ നമ്മൾ എന്ത് ചെയ്തു, അതായത് ഈ ഒരു 7 days നിങ്ങൾ എല്ലാവരും ടാസ്കുകൾ ചെയ്തില്ലായിരുന്നോ? എത്ര ടാസ്കുകൾ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തു എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞുതരുമോ? ലൈക്ക് 1 out of 7, 2 out of 7, 6 out of 7, അങ്ങനെ എത്ര എണ്ണം ചെയ്തു? അമീന വെരി ഗുഡ്. ഓക്കെ. ഹൈഫ 6, Basil 7, 4, very good. 1, okay. Almost എല്ലാവരും 4 above കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 80-85% ആൾക്കാർ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. വെരി ഹാപ്പി. ഓക്കെ. താങ്ക് യു സോ മച്ച് എവ്രി വൺ. ഓക്കെ. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് പോകും. നിങ്ങൾക്ക് ഡൗട്ട്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ടൈം തരാം. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ സ്ലൈഡ് ഡിസ്കസ് ചെയ്യുന്നത് ഓരോ day 1, day 2 അങ്ങനെ ആയിരിക്കും. സോ ആ day 1ന്റെ ഡൗട്ട് അപ്പൊ ചോദിക്കാം. സോ അങ്ങനെ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ. എല്ലാം ലാസ്റ്റത്തേക്ക് വെക്കണ്ട. ഓക്കെ. സോ വിൽ ബിഗിൻ. ബിഫോർ ബിഗിനിങ് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ടോ? എന്തെങ്കിലും ബിഫോർ വി ബിഗിൻ ദ സെഷൻ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സെഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോ, റൈറ്റ്? സോ വിൽ സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു. സോ ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഈ വീക്ക് കവർ ചെയ്ത മെയിൻ ആയിട്ടുള്ള ഗ്രാമർ കോൺസെപ്റ്റുകളും സെന്റൻസ് സ്ട്രക്ചറിങ് ഒക്കെ നോക്കുക. നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ വീക്ക്ലി ക്വിസിന് റെഡി ആക്കുക. വീക്ക്ലി ക്വിസ് ഓൾറെഡി അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? വീക്ക്ലി ക്വിസ് ഓപ്പൺ ആയിട്ടുണ്ടോ? Is your weekly quiz open in the app? Yes. Okay. ചെയ്തവരുണ്ട് അല്ലെ ഇവിടെ ഓൾറെഡി? Okay, fine. Very good. Okay. So we are beginning with day 1 recap. Okay. നമ്മളൊരു മംഗ്ലീഷിലായിരിക്കും ക്ലാസ്. ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ അധികവും മലയാളത്തിലും കുറച്ച് ഇംഗ്ലീഷിലും ആ ഒരു ലെവലിലായിരിക്കും പോകുന്നുണ്ടാവുക. സോ എന്താ പറയാ, ഇൻ കേസ് ഞാൻ പറയുന്ന എന്തെങ്കിലും ഇംഗ്ലീഷിലാവട്ടെ മലയാളത്തിലാവട്ടെ എന്റെ സ്ലാങ് കാരണം എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഓൺ പോയിന്റ്. ഓക്കെ. അപ്പൊ തന്നെ ചോദിച്ചോളൂ, പിന്നേക്ക് വെക്കണ്ട. അല്ലെങ്കിൽ ചോദിച്ചാൽ ഇവിടെ എന്താ ഇത്രയും ഈ 286 അറൌണ്ട് 300 ആൾക്കാരുള്ള സ്ഥലത്ത് ഈ ഡൗട്ട് ചോദിച്ചാൽ അത് മണ്ടത്തരാവോ എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലാവരും ഇപ്പോഴേ മൈൻഡിൽ നിർത്തി കളയണം. ഓക്കെ. എന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഉള്ള കുറച്ച് കോമൺ റൂൾസ് ഞാൻ പറഞ്ഞുതരാം. ഡൗട്ട് അതിനിപ്പോ എത്ര സില്ലി ഡൗട്ട് ആയിക്കോട്ടെ, അതിന് ചോദിച്ചാൽ മണ്ടത്തരാണെങ്കിൽ അതും ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ. ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ് ടു മേക്ക് മിസ്റ്റേക്സ്. ഓക്കെ. ഇത് ഞാൻ ഓരോ ക്ലാസ്സിലും എന്നെ കൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കരുത്. നമ്മൾ ഈ ബേസിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെയാണ്. ഓക്കെ. സോ എന്ത് ഡൗട്ട് ആയിക്കോട്ടെ, ഇപ്പൊ ഇന്ന് 300 ആൾക്കാരാണ്, ഇനിയിപ്പോ 500, 700, 1000 ആൾക്കാരായാലും ആൾക്കാരെ പേടിച്ച് ഇവിടെ ആരും ഡൗട്ട് ചോദിക്കാണ്ട് നിൽക്കേണ്ട ആവശ്യം ഇല്ല. ആൻഡ് നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ബോക്സിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം എനിക്ക്, അല്ലെങ്കിൽ ടു എവ്രി വൺ എന്ന ഓപ്ഷൻ ഉണ്ട്. എപ്പോഴും ടു എവ്രി വൺ എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ട് അയക്കുക. കാരണം ഒരാളുടെ ഡൗട്ട് അല്ലെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് അത് എന്താണ് എന്ന് മനസ്സിലാവില്ല. സോ നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയക്കുന്ന സമയത്ത് എപ്പോഴും ടു എവ്രി വൺ. സോ യാ, ആൻഡ് ഇന്ററാക്റ്റീവ് ആയിരിക്കണം. ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നോ പറയുക. യെസ് ആണെന്നുണ്ടെങ്കിൽ യെസ് പറയുക. ക്ലാസ് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയുക. ഓക്കെ. ബിക്കോസ് ഈ ഒരു 150 days കഴിയുമ്പോഴേക്കും നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാവാതെയാണ്
നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കാര്യമില്ലല്ലോ. സോ ഐ ഹാവ് ടു ഇംപ്രൂവ് ഫ്രം മൈ സൈഡ്. എന്റെ ഭാഗത്തുനിന്നും ഇംപ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു നീഡ് കാറ്റർ ചെയ്ത് തരാനും ഞാൻ റെഡിയാണ്. ഓക്കെ, യാ. സോ ഫസ്റ്റ് നമ്മൾ നോക്കിയത് സെന്റൻസ് സ്ട്രക്ചർ ആണ്. നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷിലെ സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്, എസ് പ്ലസ് വി പ്ലസ് ഒ, ദാറ്റ് ഇസ് സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരാളുടെ പേരാവാം, ഒരു സ്ഥലത്തിന്റെ പേരാവാം, ഒരു വസ്തു ആവാം. ഓക്കെ, അതാണ് സബ്ജക്ട്. ഇനി വേർബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റെയിനിങ് ഹിയർ. അപ്പൊ അവിടെ ഇറ്റ് ഇസ് റെയിനിങ് ഹിയർ എന്ന് സെന്റൻസിലെ വേർബ് ഏതാണ്? ഇറ്റ് ഇസ് റെയിനിങ് ഹിയർ. ഇറ്റ് ഇസ് റെയിനിങ് ഹിയർ. ഓക്കെ, എല്ലാവരും റെയിനിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ആക്ച്വലി അവിടെ വേർബ് ഈസ് ആണ്. ഈസ് ആണ് അവിടെ വേർബ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് റെയിനിങ്. അപ്പൊ ഈസിനെയാണ് നമ്മൾ വേർബ് ആയിട്ട് പറയാ കേട്ടോ. കാരണം അവിടെ പ്രത്യേകിച്ച് സബ്ജക്റ്റ് ഇല്ല. ഇറ്റ് എന്നത് പ്രോനൗൺ ആണ് അല്ലെ, ഒരു നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇറ്റ്. അപ്പൊ ഇറ്റ് ഇസ് റെയിനിങ്. സോ ഈസ് റെയിനിങ് അല്ലെങ്കിൽ ഈസും കൂടി ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഈസ് റെയിനിങ് ഓക്കെ, ആക്സെപ്റ്റബിൾ ആണ്. സോ ഈസ് എന്നത് വേർബ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു ഒബ്ജക്ട്. എന്തുമ്മലാണ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നത് അതാണ് ഒബ്ജക്ട്. ഫോർ എക്സാമ്പിൾ, ഐ ആം ഈറ്റിംഗ് നൂഡിൽസ്. ഞാൻ എന്താണ് തിന്നുന്നത്? ഐ എന്നത് അവിടെ സബ്ജക്റ്റ് ആണ്. ഈറ്റിംഗ് എന്നത് വേർബ് ആണ്. ഞാൻ ചെയ്യുന്ന ആക്ഷൻ ആണ് ഈറ്റിംഗ്. എന്തിനാണ് ഞാൻ തിന്നുന്നത്? നൂഡിൽസിനെ. നമ്മളുടെ ആക്ഷൻ നമ്മൾ എന്തുമ്മലാണ് ചെയ്യുന്നത് അതായിരിക്കും ഒബ്ജക്റ്റ്. ഓക്കെ, പലപ്പോഴും ചിലപ്പോൾ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, ഐ ആം ഈറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അത് മീനിങ് ഫുൾ സെന്റൻസ് അല്ലേ? ഞാൻ കഴിക്കുകയാണ്. അവിടെ എന്താണ്? ഒബ്ജക്റ്റ് ഇല്ല. ബട്ട് എന്നിരുന്നാലും അത് എന്താണ്? ഒരു കംപ്ലീറ്റ് മീനിങ് ഫുൾ സെന്റൻസ് ആണ്. ഓക്കെ, സോ ഐ ഹവ് ഗിവൻ ആൻ എക്സാമ്പിൾ സെന്റൻസ് ഹിയർ. ദ കാറ്റ് ചേസസ് ദ ബോൾ. ഇവിടെ കാറ്റ് എന്താണ്? സബ്ജക്റ്റ് ആണ്, കാരണം അതൊരു മൃഗമാണ്. ചേസിങ്, ചേസ് ചെയ്തു എന്നത് ആക്ഷൻ ആണ്. എന്തിനെയാണ് ചേസ് ചെയ്തത്? ബോളിനെ. സോ ബോൾ ഇസ് ദി ഒബ്ജക്ട്. So now I want all of you to give me a sentence. Difference between subject, the cat ആണ്. Okay, the എന്നത് അവിടുത്തെ ആർട്ടിക്കിൾ ആണ്. Subject in particular is cat. Okay, what is the difference between object and objective? ഇത് രണ്ടും വേറെ തന്നെ വേർഡ്സ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നിങ്ങൾക്ക് സബ്ജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്, ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് MCQs ഒക്കെ തരുന്ന സമയത്ത് എന്താണ്? ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളാണ്. കാരണം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഓപ്ഷൻസും ഒരേപോലത്തെ ടെസ്റ്റും ആണ് തരുന്നത്. ബട്ട് വാട്ട് ഇസ് സബ്ജക്റ്റീവ്? ഇപ്പോ ഡിസ്ക്രൈബ് സെന്റൻസ് ഫോർമേഷൻ ഇൻ ഇംഗ്ലീഷ്, അതെന്താണ്? MCQ അല്ല, ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്വന്തമായി എഴുതാനുള്ള ഫ്രീഡം അവിടെയുണ്ട്. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് ഇസ് സബ്ജക്റ്റീവ്. നമ്മൾ എല്ലാവരും ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സബ്ജക്റ്റീവ് ആണ്. ഇപ്പോ ഏത് നാട്ടിൽ പോയാലും സർക്കിളിന്റെ ഏരിയ നോക്കുന്നതിന്റെ ഫോർമുല എന്താണ്? ഒബ്ജക്റ്റീവ് ആയിരിക്കും. അതിന് മാറ്റമില്ല. സയന്റിഫിക് ആയ കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് ആണ്. മാറ്റമില്ലാത്ത വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒബ്ജക്റ്റീവ് ആണ് എന്ന് പറയാം. ഓക്കെ, സോ now we'll discuss your sentences. Okay, so please നിങ്ങൾ എല്ലാവരും സെന്റൻസുകൾ അയക്കുക. സെന്റൻസിൽ മേക്ക് ഷുവർ സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് ഇത് മൂന്നുമുള്ള സെന്റൻസുകൾ അയക്കാൻ നോക്കുക. Okay, she is playing with the ball. Very good. I attend the EEP live session. Okay, she is sleeping on the bed. Good. She adopted a cat from the shelter. Good. Mercy is reading a book. Good. Rahul was eating at the restaurant. Good. I am walking in the ground. Okay, Rahul is kicking the ball. The river flows quietly. എന്നല്ലേ ഷംല? ക്വയറ്റ്ലിയുടെ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യണേ. She enjoys music. Reenu is traveling to Hyderabad. I brought a VAR. Adinda, the word is not clear. Please clear it. He is going to the zoo. He is reading a book. Okay, very good, very good, very good. Wow, I've got a plenty of messages. Very happy for it. Okay, so I think എല്ലാവർക്കും ഈ ബേസിക് സെന്റൻസ് ഫോർമേഷൻ ക്ലിയർ അല്ലേ? ഇനി ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇഫ് എവറിത്തിങ് ഇസ് ക്ലിയർ, ഗിവ് മി എ തംസ് അപ്പ്. ഇനി ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക്.
ഓക്കെ ഓക്കെ ഓക്കെ. ഒരുപാട് പേര് തംസ് അപ്പ് ഇട്ടത് കൊണ്ട് ഇനി ഡൗട്ട് ഉള്ളവർ ചോദിക്കാണ്ട് നിൽക്കണ്ട കേട്ടോ. യു ക്യാൻ ആസ്ക്. ഷീ ഇസ് വെയിറ്റിംഗ് ഫോർ ബൈ ബസ് എന്ന് പറയില്ല കേട്ടോ. ഷീ ഇസ് വെയിറ്റിംഗ് ഫോർ ദ ബസ് മതി. അവിടെ ബൈയുടെ ആവശ്യമില്ല. ബൈ ഒരു എക്സ്ട്രാ ആണ് അവിടെ. ഓക്കെ. ഇബ്തിസ വൈ verb was is. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ മലയാളം ടൈപ്പ് ചെയ്യില്ല, അങ്ങനെ ചോദിച്ചോളൂ, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും. ഓക്കെ. ഇബ്തിസ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായില്ല. വൈ verb was is മനസ്സിലായിട്ടില്ല കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് ചോദിക്കുക. അതാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. The cat sleeping on the table. The cat is sleeping on the table. Okay, അവിടെ ഒരു is add ചെയ്താൽ കറക്റ്റ് ആണ്. Okay, അവന്തിക. Hannah is going to school. She is a liar. He is playing football. He is play football എന്ന് പറയില്ല. ഒന്നില്ലെങ്കിൽ ആ is കട്ട് ഓഫ് ചെയ്തിട്ട് he plays football എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ he is ഉണ്ടെങ്കിൽ is നമ്മൾ എപ്പോഴും പ്രസന്റ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പറയാനാണ് നമ്മൾ is യൂസ് ചെയ്യുക. അപ്പൊ എന്താണ് verb plus ing ഫോം. അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. പക്ഷെ നിങ്ങളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ഇപ്പോഴേ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ ഫൈൻ, ഓക്കെ ഫൈൻ. സോ ഐ തിങ്ക് ഐ മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഡേ 2, ആർട്ടിക്കിൾസ്, സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ്. സോ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ആർട്ടിക്കിൾസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മെയിൻ ആയിട്ട് ഇംഗ്ലീഷിലുള്ള 3 ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എ ആൻഡ് ദ. ഇത് 3 ആർട്ടിക്കിൾസ്. Can you give example in what and why forms? നമ്മളിപ്പോ ക്വസ്റ്റ്യൻസിലേക്ക് എത്തിയിട്ടില്ലല്ലോ. സുമയ്യ ഡൗട്ട് ക്ലിയർ ആക്ക്. എന്താണ് ഡൗട്ട് സുമയ്യ? Can you please ask it again? ഒരുപാട് മെസ്സേജസിന്റെ ഇടയിൽ I missed it. കാരണം നിങ്ങൾ 10-200 പേര് ഒരുമിച്ച് സെന്റൻസുകൾ അയച്ച സമയത്ത് ഇടയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ മിസ് ഔട്ട് ആയി പോയിട്ടുണ്ട്. Can you please ask it again? And ഹിബ, നമ്മള് വാട്ട് ആൻഡ് വൈ ഒന്നും ഡിസ്കസ് ചെയ്ത് വന്നിട്ടില്ല കേട്ടോ. Will reach to that point. Okay, ഇപ്പൊ നിങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്തിന്റെ മാത്രം ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ മാം, ഇറ്റ് ഇസ് റെയിനിങ് ഈസ് verb ആയത് ഒന്നുകൂടെ പറയാവോ? ഓക്കെ, ഐ കം ടു ഇറ്റ് മുഫീദ. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഐ ഹവ് നോട്ടഡ് ഇറ്റ്, ഐ ക്ലിയർ ഇറ്റ്. ഷീ വുഡ് ഹാവ് ആസ്ക്ഡ് അബൌട്ട് ദ verb is. ഓക്കെ ഓക്കെ, സുമയ്യ ചോദിച്ചതാണോ പറയുന്നത്? ഓക്കെ, ഇറ്റ് ഇസ് റെയിനിങ് എന്നിങ്ങനെയുള്ള സെന്റൻസുകളിൽ നമ്മൾ ഈസിനെയാണ് പൊതുവെ വേർബ് ആയിട്ട് പറയുക. ഓക്കെ, ഇറ്റ് എന്നത് അവിടെ സബ്ജക്റ്റ് ആണ്. സോ നെക്സ്റ്റ് വേർഡ് എന്താണ്? ഈസ് അല്ലേ? അവിടെ ഇറ്റ് റെയിനിങ് എന്ന് നമ്മൾ പറയില്ല. സോ അവിടെ ആ ഒരു സെന്റൻസിനെ മീനിങ് ഫുൾ ആക്കുന്നത് ഇറ്റ് ഇസ് റെയിനിങ് എന്നതാണ്. ഓക്കെ, ഇപ്പോ മഴ പെയ്യുന്നുണ്ട്. സോ ഇറ്റ് എന്നത് നമ്മൾ പ്രോനൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ആണ് സബ്ജക്റ്റ്. ഇറ്റ് എന്താണോ ആരുടെയും പേരല്ല, ഒരു സ്ഥലത്തിന്റെയും പേരല്ല. ഇറ്റ് ഇസ് റെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോ മഴ പെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, പക്ഷെ ഇറ്റ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും, ഈസ് എ വേർബ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ 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 ഓക്കെ. പിന്നെയും ചില വൈഷ്ണവ്, നൗ ഷീ സ്ലീപ് ഇൻ ടു ദ കാർ. നോ, സെന്റൻസ് ഇസ് നോട്ട് റൈറ്റ്. ഷീ സ്ലീപ് ഇൻ ടു ദ കാർ എന്ന് പറയില്ലേ നമ്മൾ. ഇൻ ടു എന്ന് പറയാൻ നമ്മൾ എന്തിലേക്കെങ്കിലും ഉള്ളിലേക്ക് പോകുമ്പോഴാണ്. ഷീ സ്ലീപ് ഇൻ ടു ദ കാർ എന്ന് പറയില്ല കേട്ടോ. ദാറ്റ് സെന്റൻസ് ഇസ് റോങ്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഈസിന്റെ പ്രശ്നം ഒന്ന് കീപ് അസൈഡ്, ഐ ക്ലിയർ ഇറ്റ്. ഓക്കെ ഓക്കെ, ഈസ് ഇസ് എ ഹെൽപ്പിംഗ് വേർബ്. ബട്ട് എന്താണ് നമ്മൾ സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ. ഇപ്പൊ ഇറ്റ് ഇസ് റെയിനിങ് എന്ന സെന്റൻസിലെ സബ്ജക്ട് എവിടെയെന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയില്ലേ, എവിടെ സബ്ജക്ട്? സോ എന്താണ്, നമ്മൾ ഇംഗ്ലീഷിൽ എല്ലാം ഒബ്ജക്റ്റീവ് അല്ല. ഇപ്പോ നമുക്ക് എല്ലാ വേർഡും പ്ലൂറൽ ആക്കാൻ കൂടെ എസ് ആഡ് ചെയ്താൽ പറ്റുമോ? ഇല്ലല്ലോ. വേർഡ് ടു വേർഡ് അതിന് ഡിഫറൻസ് ഇല്ലേ? ഇപ്പൊ ഐയും യുവും സിംഗുലർ ആയിട്ട് വരുന്ന പദങ്ങളല്ലേ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഒരാള്. യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഒരാള്. പക്ഷെ ഐയുടെയും യുടെയും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം പ്ലൂറൽ ഫോംസ് ആണ്. ബാക്കി എല്ലാത്തിന്റെയും പ്ലൂറൽ യൂസേജുകളാണ്. സോ എന്താണ്, ഇംഗ്ലീഷിൽ കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ എന്താണ് യൂസ് ചെയ്ത് സംസാരിച്ച് വിത്ത് പ്രാക്ടീസ് മാത്രം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ സംഗതിയാണ്. ഓക്കെ ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഇസ് ആർട്ടിക്കിൾസ്, സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ്. ഓക്കെ, ആർട്ടിക്കിൾസ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. എയും ആനും നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? എയും ആനും when the noun modifying is indefinite. ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു സാധനത്തിനെ പറയാതെ ഒരു സാധനത്തിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് അവിടെ ഒരു പൂച്ച ഓടി നടക്കുന്നുണ്ട്, അതേതാ? ഏതോ ഒരു പൂച്ച. യെസ്, എക്സാക്ട്ലി മുഫിദ. അൺസ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഇൻഡെഫിനിറ്റ് ആണത്. ഓക്കെ, യെസ്, എയും ആനും യൂസ് ചെയ്യണമെങ്കിൽ
സിംഗുലർ ആയിരിക്കണം, അതോടൊപ്പം തന്നെ ഇൻഡെഫിനിറ്റ് ആയിരിക്കണം. ഓക്കെ, a cat is running here and there. ഏതോ ഒരു പൂച്ച. I am going to buy a car. ഞാൻ ഒരു കാർ മേടിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ പലപ്പോഴും ഒരു എന്ന വേർഡ് യൂസ് ചെയ്യില്ലേ, ഒരു, അതിന് പകരമായിട്ടാണ് ഇംഗ്ലീഷിൽ എ ആൻഡ് ആൻ. അവിടെ ടേബിളുമേൽ ഒരു ആപ്പിൾ ഇരിക്കുന്നുണ്ട്. ദർ ഇസ് ആൻ ആപ്പിൾ ഓൺ ദ ടേബിൾ. പക്ഷെ 2 ആപ്പിൾ ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ്, there are 2 apples on the table അല്ലെങ്കിൽ there are apples on the table. You can use a and an only when it is singular and unspecific. Okay, നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്തതിന് ശേഷവും പിന്നീടും സെന്റൻസുകൾ അയച്ചുകൊണ്ടിരിക്കല്ലേ കേട്ടോ. അപ്പൊ നമുക്കത് ക്ലാസിന്റെ ഫ്ലോനെ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇപ്പോഴും ആൾക്കാർ സെന്റൻസുകൾ അയക്കുന്നുണ്ട്. വൺസ് ദ ടൈം ഇസ്, ആ ഒരു തന്ന ടൈമിൽ മാത്രം അത് അയക്കുക. ഓക്കെ ഓക്കെ ഫൈൻ. Then A is used before words that begin with consonant sound. എയും ആനും തമ്മിൽ ചില വേർഡ്സിന്റെ ഫ്രണ്ടിൽ എ കാണാം, ചില വേർഡ്സിന്റെ ഫ്രണ്ടിൽ ആൻ കാണാം. എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? കോൺസണന്റ് സൗണ്ട്സ് എ, ഇ, ഐ, ഒ, യു, ഇത് 5 വവൽസ് ആണ്. ബാക്കി 21 അക്ഷരങ്ങൾ, ബാക്കി 21 ലെറ്റേഴ്സ് കോൺസണൻസ് ആണ്. ഓക്കെ, യാ. സോ കോൺസണന്റ് സൗണ്ട്സിന്റെ മുമ്പിലാണ് എ. As you all know, and vowels in the front മുമ്പിലാണ് യൂസ് ചെയ്യുക. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് കമ്മിങ് ടു ദ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യമുള്ളപ്പോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താണ്, ദ താജ്മഹൽ ഇസ് എ ബ്യൂട്ടിഫുൾ മോണ്യുമെന്റ്. നമുക്ക് ക്ലിയർ ആയിട്ട് ദ താജ്മഹൽ എന്ന് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? സ്പെസിഫിക് ആണ്. കാരണം ഏതോ ഒരു താജ്മഹൽ എന്ന് പറയാനില്ലല്ലോ. കാരണം എന്താണ്, ലോകത്താകെ ഒരു താജ്മഹലേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡെയിലി ടാസ്കിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ദ ഡോഗ് ദാറ്റ് ബിറ്റ് മീ റാൻ അവേ. എന്നെ കടിച്ച പട്ടി ഓടിപ്പോയി. അവിടെ എന്താണ്, സ്പെസിഫിക് അല്ലേ? എന്നെ കടിച്ച പട്ടിയാണ് ഓടിപ്പോയത്. യെസ് ജിഷ, കറക്റ്റ് ആണ് സെന്റൻസ്. ദ റെഡ് കാർ ഇസ് മൈൻ. ആ റെഡ് കാർ എന്റെയാണ്. ഓക്കെ ഓക്കെ. പിന്നെ മറ്റൊരു ഇതെന്താണ്, ഓർ ഓൾറെഡി മെൻഷൻഡ് ഇൻ ദ ഡിസ്കോഴ്സ്. ദ റെഫേഴ്സ് ടു സംതിങ് സ്പെസിഫിക് ഓർ ഓൾറെഡി മെൻഷൻഡ് ഇൻ ദ ഡിസ്കോഴ്സ്. ഓൾറെഡി മെൻഷൻഡ് ഇൻ ദ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങില് ഐ ആം പ്ലാനിങ് ടു അഡോപ്റ്റ് എ കാറ്റ്. ഐ ആം പ്ലാനിങ് ടു അഡോപ്റ്റ് എ കാറ്റ്. അപ്പൊ എന്താണ്, നമ്മൾ ഫസ്റ്റ് സെന്റൻസ് അതാണ് എന്ന് വിചാരിക്കുക. ഒരു പാരഗ്രാഫിൽ ഫസ്റ്റ് സെന്റൻസ് അതാണ്. അപ്പൊ എ കാറ്റ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരു പൂച്ചയെ അഡോപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദ കാറ്റ് ഐ ആം ലുക്കിംഗ് ഫോർ ഷുഡ് ബി വൈറ്റ് ഇൻ കളർ. സെക്കൻഡ് സെന്റൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ദ യൂസ് ചെയ്യാം. കാരണം എന്താണ്, നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ ഓൾറെഡി പറഞ്ഞു ഞാൻ ഒരു പൂച്ചയെ നോക്കുന്നുണ്ട്. പിന്നെ ഒരു ഒന്ന് മാറ്റിയിട്ട് പിന്നെ എന്താണ്, നമ്മൾ നോക്കുന്ന ആ ഒരു പൂച്ചയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു സെക്കൻഡ് സെന്റൻസ് തൊട്ട് അവിടെ ഒരു സ്പെസിഫിസിറ്റി വന്നു. മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസിൽ അത് സ്പെസിഫിക് അല്ല, ഞാൻ ഒരു പൂച്ചയെ ദത്തെടുക്കാൻ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സെക്കൻഡ് സെന്റൻസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പൂച്ചയെ കുറിച്ച് പറയുമ്പോൾ അവിടെ സ്പെസിഫിക് ആയി. So from the second sentence onwards, you can use the. Is it clear with everyone? Okay. Next is നമ്മൾ plurals, singular to plural ആക്കുന്നത് എങ്ങനെയാണെന്ന്. And pluralന്റെ കൂടെ എപ്പോഴും നമുക്ക് the യൂസ് ചെയ്യാം കേട്ടോ. എന്താണ്, the apples are in the fridge എന്ന് പറയാം. the യൂസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. apples are in the fridge എന്ന് പറഞ്ഞാലും മതി. Okay. The movie I watched is interesting. Okay, very good. Okay, ഒന്നുകൂടെ പറയണോ? ഞാനിപ്പോ പറഞ്ഞ ഈ ഓൾറെഡി മെൻഷൻഡ് ഇൻ ദ ഡിസ്കോഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഓക്കെ, നമുക്കൊരു കാർ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം പാരഗ്രാഫ്. ഐ വാണ്ട് ടു ബൈ എ കാർ. എനിക്കൊരു കാർ മേടിക്കണം. പിന്നെ നമ്മൾ പറയണം അത് എങ്ങനത്തെ കാർ ആയിരിക്കണം എന്ന്. ദ കാർ ഐ വാണ്ട് ഷുഡ് ബി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ഷുഡ് ഹാവ് എ ഗുഡ് മൈലേജ്. സെക്കൻഡ് സെന്റൻസിൽ എന്താ നമ്മൾ പറയുന്നത്, ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന കാറ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആയിരിക്കണം, അതുപോലെ നല്ല മൈലേജും ഉണ്ടാവണം. സോ ആ സമയത്ത് എന്തായി, ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ പറയുന്നത് എനിക്ക് ഒരു കാറ് മേടിക്കണം. രണ്ടാമത്തെ സെന്റൻസിൽ എന്തായി, ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന കാറ്. ക്ലിയർ ആവാത്തവരുണ്ടോ ഇനിയും? ഓക്കെ ഓക്കെ, കുറച്ച് പേര് കൂടെ ക്ലിയർ ആയിട്ടില്ല. അപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ ഓക്കെ, കൺസിഡർ നമ്മളൊരു സെന്റൻസ്, നമ്മളൊരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, എനിക്കൊരു വീട് വെക്കണം. ഓക്കെ,
എന്ന് വിചാരിക്കാം. സോ ഞാൻ പറയാണ് അല്ലെങ്കിൽ വീട് വാങ്ങണം എന്ന് വിചാരിക്കാം. ഐ വോണ്ട് ടു ബൈ എ ഹൗസ്. അതിന്റെ മീനിങ് എന്താണ്? എനിക്കൊരു വീട് മേടിക്കണം. സെക്കൻഡ് സെന്റൻസിലേക്ക് വരുമ്പോ എ ഹൗസ് ഷുഡ് ബി ബിഗ് എന്ന് നമ്മൾ പറയില്ല. എന്താണ്? എനിക്ക് ഒരു വീട് മേടിക്കണം, ഒരു വീട് വലുതായിരിക്കണം എന്നല്ലല്ലോ നമ്മൾ പറയാ. എനിക്കൊരു വീട് മേടിക്കണം, അത്യാവശ്യം വലിയൊരു വീട് മേടിക്കണം. അപ്പൊ എന്താണ് ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ പറയുന്നത്? എന്താണ്? എനിക്ക് ഒരു വീട് മേടിക്കണം. അത് സ്പെസിഫിക് അല്ല, അത് ഏതെങ്കിലും ഒരു വീടാവാം. സെക്കൻഡ് സെന്റൻസിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന വീട് വലുതായിരിക്കണം. അപ്പൊ എന്താണ്? അവിടെ സ്പെസിഫിക് ആയില്ലേ? അൺസ്പെസിഫിക്കിൽ നിന്ന് നമ്മൾ സ്പെസിഫിക്കിലേക്ക് എത്തിയില്ലേ? ഐ വോണ്ട് ടു ബൈ എ ഹോം, ഐ വോണ്ട് ടു ബൈ എ ഹൗസ്. The house should be big enough to accommodate 5 members. I want to buy a house. എനിക്കൊരു വീട് മേടിക്കണം. The house should be, second sentence എന്താണ്? The house should be big enough to accommodate 5 members. It should have, അല്ലെങ്കിൽ the house should have, the house should also have parking space for 2 cars. Okay? Is it clear? ഇടയിൽ വെറുതെ ഇങ്ങനെ സെന്റൻസുകൾ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇവിടെ ഐ വോണ്ട് ടു ബൈ ബിരിയാണി, എന്താണ് ആ സെന്റൻസിന്റെ ഉദ്ദേശം? അമൽ, ഞാനിവിടെ സെന്റൻസ് നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇന്നത്തെ എക്സാമിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്. ഷീ അഡോപ്റ്റഡ് ഡാഷ് ഓൾഡ് കാറ്റ് ഫ്രം ദ ഷെൽട്ടർ. ഡാഷ് ഓൾഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അയ്യോ, ഞാനിവിടെ അതിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാല് ബാക്കി ഞാൻ അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാവർക്കും അത് ഒരു ഈസി വേ ആവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. OLD, ഓ ഇസ് എ വവൽ. വവലിന് മുമ്പാണ് അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദ ആണോ ആണോ വരിക? ഷീ അഡോപ്റ്റഡ് ദ ഓൾഡ് കാറ്റ് അല്ല, ഷീ അഡോപ്റ്റഡ് ആൻ ഓൾഡ് കാറ്റ്. ഓക്കെ, എന്താണ്? ഷെൽട്ടറിൽ നിന്ന് ഒരു പഴയ കാറ്റിനെ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ഓൾ ക്ലിയർ. ഓക്കെ, യെസ്, പ്രിൻസി പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. എ ഹൗസ് ഒരു വീടാണ്, ദ ഹൗസ് ആ വീട്. അതായത് നമ്മൾ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വീടിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള മാത്രമാണോ ആൻ യൂസ് ചെയ്താൽ മതിയില്ലേ? സ്പെസിഫിക് ആയിട്ടുള്ളതിന് നമ്മൾ ദ ആണ് യൂസ് ചെയ്യുക, അൺസ്പെസിഫിക് ആയിട്ടുള്ളതിനാണ് എയും ആനും യൂസ് ചെയ്യുക. ഓക്കെ ആശ്രിയ? ബട്ട് ആൻസർ ദ എന്നാണോ കൊടുത്തിരിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, ആക്ച്വലി ബോത്ത് ക്യാൻ ബി റൈറ്റ് ദർ. ദ ഓൾഡ് കാറ്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്പെസിഫിക് ആയി, അല്ലെങ്കിൽ നമ്മൾ ഒരു പഴയ പൂച്ച, അവിടെ ആക്ച്വലി രണ്ടെണ്ണവും കറക്റ്റ് ആണ്. ബോത്ത് ക്യാൻ ബി കറക്റ്റ്. ദ ഓൾസോ ക്യാൻ ബി കറക്റ്റ് ആസ് വെൽ ആൻ ഓൾസോ ക്യാൻ ബി കറക്റ്റ്. ഓക്കെ, അവിടെ രണ്ടും കറക്റ്റ് ആണ്. അത് നമ്മൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഷെൽട്ടറിൽ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓൾഡ് കാറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്താണ്? ദ ഓൾഡ് കാറ്റ് എന്ന് പറയാം. കാരണം എന്താണ്? ഓൾഡ് കാറ്റ് ആകെ ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ അതേസമയം ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ എന്താണ്? ആൻ ഓൾഡ് കാറ്റ്, ഏതോ ഒരു പഴയ പൂച്ചയെ. ഓക്കെ, സോ ആക്ച്വലി ബോത്ത് ക്യാൻ വർക്ക് ദർ. ഓക്കെ, രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അത് ആ ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറയാം കേട്ടോ. താങ്ക് യു ഫോർ ടെല്ലിംഗ് ദാറ്റ്. ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ ആദിത്യ കൃഷ്ണൻ. എന്തുകൊണ്ടാണ് ആൻ ആർ എന്ന് പറയുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആൻ ആർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് HOUR എന്നത് മണിക്കൂർ എന്നുള്ള അർത്ഥം വരുന്ന ആ വാക്ക് പലരും പ്രൊനൗൺസ് ചെയ്യുന്നത് ഹാർ എന്നാണ്. പക്ഷെ അവിടെ എന്താണ്? എച്ച് ശരിക്കും സൈലന്റ് ആണ്. ഇറ്റ്സ് ആർ. സോ OUR എന്നതാണ് അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. സോ OU എന്താണ്? O എന്താണ്? വവലാണ്. അതുകൊണ്ടാണ് ആൻ ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ബീൻ ആൻ ആർ ഐ എം വെയിറ്റിംഗ് ഫോർ യു. ഞാൻ ഒരു മണിക്കൂറായി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് എന്താണ്? ഇറ്റ്സ് ബീൻ ആൻ ആർ ഐ എം വെയിറ്റിംഗ് ഫോർ യു. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, മുബീന, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അവിടെ രണ്ടും കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. ദ ഓൾഡ് കാറ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയി എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത് ഞാനല്ല. ഓക്കെ, ആൻഡ് EEPയുടെ ഫാക്കൽറ്റി മാത്രമാണ് ഞാൻ. വി ഹാവ് എ ടീം ഓഫ് EEP. ഓക്കെ, നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഇത് ആപ്പിൽ അപ്ലോഡ് ചെയ്യാനും അതുപോലെ വി ഹാവ് എൻ EEP ടീം. ഓക്കെ, വി ഓൾ വർക്ക് ടുഗെദർ. പക്ഷെ നിങ്ങളെ വീക്കിലി കാണുന്ന ഫേസ് എന്റെ മാത്രമാണെന്നേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ആപ്പിൽ കിട്ടുന്ന വോയിസിന്റെ ഉടമയും ഞാനാണ്. ഓക്കെ ഓക്കെ, the man who sits there is my teacher. The man who sits there is my teacher. Yes, correct ആണ്, തെറ്റില്ലേ? അവിടെ ഇരിക്കുന്ന ആൾ എന്റെ ടീച്ചറാണ്. I have a cat. The cat ran away. The cat ran away.
ഓക്കെ, അതുപോലെ തന്നെയാണ് ഓണസ്റ്റ്. യെസ്, വെരി ഗുഡ്. ഹോണസ്റ്റ് എന്ന് പറയില്ല, അവിടെയും ആ വേർഡിന്റെ കൂടെയും എച്ച് സൈലന്റ് ആണ്. സോ ആൻ ഓണസ്റ്റ് ബോയ്. അഖിൽ ഇസ് ആൻ ഓണസ്റ്റ് ബോയ് എന്നാണ് കേട്ടോ പറയാ. ഓക്കെ, ഇറ്റ്സ് ബീൻ ആൻ ഇയർ ആണ് കേട്ടോ. അവിടെ നമ്മൾ ഇയർ എന്ന് പറയുന്നില്ലെങ്കിലും വൈ ഒരു ഹാഫ് പ്രൊണൗൺസ്ഡ് ആണ്. ഇറ്റ്സ് ബീൻ ആൻ ഇയർ എന്നാണ് പറയുക. ഓക്കെ, ഇറ്റ്സ് ബീൻ ആൻ ഇയർ. അവിടെ വൈ കംപ്ലീറ്റ്ലി സൈലന്റ് അല്ല, ഇയർ എന്നും അല്ല. ഇറ്റ്സ് ബീൻ ആൻ ഇയർ. യാ, വൈ ഇസ് ഓൾമോസ്റ്റ് സൈലന്റ്. ഓക്കെ, അതുകൊണ്ട് ആൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക. അസസ്മെന്റ് ആൻസർ നിങ്ങൾക്ക് ആപ്പിൽ തന്നെ കിട്ടും. ഓക്കെ, ഹി വാസ് ആൻ എം പി എന്ന് പറയണ്ട, ഹി വാസ് എ എം പി. കാരണം എം വോവൽ കോൺസണന്റ് സൗണ്ട് അല്ലേ. ഷെൽട്ടറിൽ നിന്ന് ഉള്ളതായ എന്ന അർത്ഥത്തിൽ അത് സ്പെസിഫിക് അല്ലേ. യെസ്, അതാണ് നമുക്ക് എന്താണ്, ഷെൽട്ടറിൽ നിന്ന് ഒരു പൂച്ചയെ എനിക്ക് വേണം, ഷെൽട്ടറിൽ നിന്ന് പഴയ പൂച്ചയെ എനിക്ക് വേണം. അത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. ഓക്കെ, ബട്ട് ഇപ്പോ നിങ്ങൾക്ക് ആ ആപ്പിലുള്ള ക്വസ്റ്റ്യനിൽ രണ്ട് ആൻസറും ആ ഒരു സെന്റൻസ് സ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആണ്. ഐ വാണ്ട് ദ ഓൾഡ് കാറ്റ് ഫ്രം ദ ഷെൽട്ടർ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. എനിക്ക് ഷെൽട്ടറിലുള്ള പഴയ പൂച്ചയെ വേണം, സ്പെസിഫിക് ആയി. ഐ വാണ്ട് ആൻ ഓൾഡ് കാറ്റ് ഫ്രം ദ ഷെൽട്ടർ, ഷെൽട്ടറിലുള്ള ഏതെങ്കിലും ഒരു പഴയ പൂച്ചയെ എനിക്ക് വേണം. അത് സിറ്റുവേഷൻ അനുസരിച്ചാണ് റൈറ്റ് ആൻഡ് റോങ് ആവുക. ഇപ്പൊ ഷെൽട്ടറിൽ ഒരു പൂച്ച മാത്രമാണ് പഴയതായിട്ടുള്ളത് എങ്കിൽ ദ ഓൾഡ് കാറ്റ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഒരുപാട് പഴയ പൂച്ചകൾ ഉണ്ട് എങ്കിൽ ആൻ ഓൾഡ് കാറ്റ് ആവും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഐ ആം വർക്കിംഗ് ഇൻ എ എം എൻ സി മതി, ആൻ എം എൻ സി എന്ന് വേണ്ട. ഓക്കെ, ഇറ്റ്സ് ബീൻ എ ഇയർ എന്നതും കറക്റ്റ് അല്ലേ, ഫോർ ടെല്ലിംഗ് 1 year. യെസ്, both are correct. Okay, it's been an year. I think an ഫോർമൽ യൂസേജ് അല്ല, അത് നമ്മൾ ഇയർ എന്ന് പറയുമ്പോൾ പലരും അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ബീൻ എ ഇയർ എന്ന് തന്നെയാണ് കേട്ടോ പറയാ. ഇറ്റ്സ് ബീൻ ആൻ ഇയർ എന്ന യൂസേജും ഇംഗ്ലീഷിൽ വളരെ കോമൺ ആണ്. നമ്മൾ മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് നോക്കുമ്പോൾ ഇറ്റ്സ് ബീൻ എ ഇയർ എന്ന് തന്നെയാണ് കേട്ടോ, ബിക്കോസ് വൈ ഇസ് നോട്ട് കംപ്ലീറ്റ്ലി സൈലന്റ്. ഓക്കെ, ഇറ്റ് വാസ് എംപ്റ്റി ഇൻസൈഡ്. ആൻ യൂസ് ചെയ്യുന്ന എല്ലാ സെന്റൻസും പ്രൊനൗൺസിയേഷൻ വെച്ചല്ലേ പറയുക. ഫോർ എക്സാമ്പിൾ an honor. യെസ് വൈശാഖ്, അതെ കേട്ടോ, യു ആർ കറക്റ്റ്. ആൻ ഇയർ അല്ല. സോ നമുക്ക് ഇവിടെ എ ഇയർ എന്ന് തന്നെ ഫോളോ ചെയ്യാം. ലെറ്റ്സ് ഗോ ഇൻ ദ റൈറ്റ് പാത്ത്. ഓക്കെ, തൽക്കാലം നമുക്ക് ഒരു ഫോർമൽ ലാംഗ്വേജ് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, IGNOU is a university, right, madam? Yes, IGNOU is a public university. Yes, an X-ray ആണ്. കാരണം എന്താണ്, എക്സ് എ എക്സ് അങ്ങനെയല്ല അതിന്റെ പ്രൊനൗൺസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എക്സ്റേയുടെ കാര്യം ക്ലിയർ ആയില്ലേ? കാരണം എക്സ് എ എക്സ് എന്നല്ലേ എന്റെ സൗണ്ട് വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ആൻ എക്സ്റേ എന്ന് പറയുന്നത്. ഐ എം വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ബിഫോർ വിച്ച് ഓൾ സെന്റൻസ് ഡു വി യൂസ് ദ? നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്തും അതുപോലെ പ്ലൂറൽസ് പറയുന്ന സമയത്തും നമുക്ക് ഇത് യൂസ് ചെയ്യാം. വവൽസിന് മുമ്പ് അല്ല ആൻ യൂസ് ചെയ്യുന്നത്, വവൽ സൗണ്ടിന് മുമ്പുള്ള വേർഡ്സിനാണ്. യെസ് അമീന, യെസ്, വവൽ സൗണ്ട് ബിഫോർ വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് വവൽ സൗണ്ട്സ്. ഓക്കെ, വവൽ ബൈ ലെറ്റർ വവൽ അല്ല, വവൽ സൗണ്ട്. ഇപ്പൊ എക്സ്റേയുടെ എക്സ് അത് വവൽ സൗണ്ട് അല്ലേ. ആർ, ഓണർ, ഓണസ്റ്റി, അവിടെയൊക്കെ എന്താണ് ഓ വവലിന്റെ സൗണ്ട് വെച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പെല്ലിംഗ് വൈസ് ശരിയാക്കേണ്ട വേർഡ്സ് കോമൺ ആയിട്ടുള്ളത് പറയാമോ? സ്പെല്ലിംഗ് വൈസ് നോക്കാൻ പലർക്കും പലതായിരിക്കും ഡിഫിക്കൽട്ട് ആയിട്ട് ഉണ്ടാവുക. സോ നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് വേർഡ് ഓഫ് ദി ഡേയും ഇഡിയം ഓഫ് ദി ഡേ ഒക്കെ തരുന്നില്ലേ, അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയി അധിക സമയവും നമ്മൾക്ക് തെറ്റാറ് എന്താണ്, ഡയറി പ്രോഡക്ട്സ്. ഒരു ഡയറി അതാണ്, ഒരു ഡയറി നമ്മൾ എഴുതുന്ന ഡയറി. സോ DIARY വേറെ ഡയറിയാണ്, DAIRY വേറെ ഡയറിയാണ്. ഓക്കെ, ദെൻ ബ്യൂട്ടിഫുൾ എന്നിങ്ങനെയുള്ള വേർഡ്സിൽ എന്താണ് പലരും എന്താണ് BEU എന്നെഴുതും, പക്ഷെ BEAU. അതായത് പ്രൊനൗൺസിയേഷൻ ഡിഫറെന്റ്, എഴുതുമ്പോൾ ഡിഫറെന്റ് എന്നിങ്ങനെയുള്ള വേർഡ്സിലാണ് അധിക സമയവും തെറ്റ് പറ്റുക. ബ്യൂട്ടിഫുൾ, ഫ്രണ്ട്, FRIEND ആണ്. പക്ഷെ ഡൗട്ട് വരും, FREIND ആണോ IEND ആണോ എന്നിങ്ങനെയുള്ള. സോ അത്തരത്തിലുള്ള വേർഡ്സ് നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓൾഡ് കാറ്റ്, പഴയ പൂച്ച എന്നാണോ? പ്രായമല്ലേ.
ഓൾഡ് കാറ്റ് എന്ന് പറയുമ്പോൾ പഴയ പൂച്ച എന്ന് പറയുമ്പോൾ അവിടെ പ്രായം കൂടിയത് എന്ന് തന്നെയാണ് കേട്ടോ ഉദ്ദേശം. യെസ്, ഓൾഡ് മാൻ എന്നൊക്കെ പറയുന്നത് പോലെ. ആൻഡ് ബിഫോർ വവൽ അല്ലേ, ആപ്പ് ഇയർ മുന്നേ തന്നെ അല്ലേ വരിക? ആൻ ഇയർ എന്നാണോ ചോദിച്ചത്? എ ഇയർ ആണ് കേട്ടോ കറക്റ്റ് യൂസേജ്. ഐ വോണ്ട് എ ബുക്ക്, ദ ബുക്ക് വാസ് വെരി ഷോർട്ട് എന്ന് പറയില്ല. എനിക്കൊരു ബുക്ക് വേണം, ആ ബുക്ക് ഷോർട്ട് ആയിരുന്നു എന്ന് പറയില്ല. കാരണം വാസ് നമ്മൾ യൂസ് ചെയ്യാൻ കഴിഞ്ഞു പോയതിനാണ്. വാണ്ട് നമ്മൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ് പറയുന്നത്. എനിക്കൊരു പുസ്തകം വേണം, അത് ചെറുതായിരുന്നു എന്ന് പറയില്ല. ഐ വോണ്ട് എ ബുക്ക്, ദ ബുക്ക് ഷുഡ് ബി ഷോർട്ട്, അല്ലെങ്കിൽ ഐ വോണ്ട് എ ബുക്ക് ദാറ്റ് ഇസ് ഷോർട്ട് എന്ന് പറയാം. ഓക്കെ, വവൽസിന്റെ കൂടെ ദ ആർട്ടിക്കിൾ വരുമ്പോൾ ദി എന്നല്ലേ പ്രൊനൗൺസ് ചെയ്യേണ്ടത് മാം? യെസ്, the and the pronunciation difference ഉണ്ട്. വെയിറ്റ്, അതിപ്പോ ക്ലിയർ ചെയ്ത് പറയാം. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, അവിടെയും നമ്മൾക്ക് വവൽ ആൻഡ് കോൺസണന്റ് ഡിഫറൻസ് തന്നെയാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ദ എന്ന പ്രൊനൗൺസിയേഷൻ നമ്മൾ പറയാ ഹി ലൈക്ഡ് ദ ബുക്ക് വെരി മച്ച്. ദ ബുക്ക്, അവിടെ എന്താണ്? ബി, ബുക്ക് സ്റ്റാർട്ട്സ് വിത്ത് കോൺസണന്റ് സൗണ്ട്. സോ കോൺസണന്റ് ആയ വേർഡ്സിന്റെ മുമ്പിൽ നമ്മൾ ദ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ദ, THE, ദ എന്നാണ് യൂസ് ചെയ്യുക. ദെൻ ചില സ്ഥലങ്ങളിൽ ദി എന്ന് യൂസ് ചെയ്യും. അതെവിടെയാണ്? നമ്മൾ വവൽ സൗണ്ട്സിന്റെ മുമ്പിലും ദി യൂസ് ചെയ്യില്ലേ? സ്പെസിഫിക് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ദി യൂസ് ചെയ്യില്ലേ? ഷീ റീച്ച്ഡ് ദി എൻഡ് ഓഫ് ദ പാർക്ക് സ്ട്രീറ്റ്, ദി. സോ വവൽ സൗണ്ടിന്റെ ഫ്രണ്ടില് ദി എന്നും കോൺസണന്റ് സൗണ്ടിന്റെ മുമ്പിൽ ദ എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം, വവൽ ആണെങ്കിലും കോൺസണന്റ് ആണ് എങ്കിലും സ്പെസിഫിക് ആണ് എങ്കിൽ ദി ഓർ ദ ആണ് കേട്ടോ. സ്പെല്ലിംഗ് ഇസ് സെയിം, പ്രൊനൗൺസിയേഷൻ ഇസ് ഡിഫറെന്റ്. കെ പ്രൊനൗൺസിയേഷൻ ആണോ എപ്പോഴും നോക്കുന്നത്? നാഫെ, മനസ്സിലായില്ല. കെ പ്രൊനൗൺസിയേഷൻ മനസ്സിലായിട്ടില്ല. ഓക്കെ, വവൽസിന് മുമ്പ് അല്ല ആൻ യൂസ് ചെയ്യുന്നത്, വവൽസ് ആണ് മുമ്പുള്ള വേർഡ്സ്. ഓക്കെ, ക്ലിയർ. And university alla, because university starts with U but pronounce it university. Yes, Ashwati. Okay. Tower, a tower use cheyyumo? Yes, tower, a tower correct aanu. Vowel sounds, words common aanu. Words common words aanu chodiche. Honesty are ennu polte vakkal. And university alle no. Dash elephant is the largest land animal. Ividathe elephant ennalle vendathu, an allallo. ഇവിടെ ദ എലിഫന്റ് എന്നാണ്. കാരണം ഒരു ആനയാണ് ലാർജസ്റ്റ് ആനിമൽ. നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി. മലയാളത്തിൽ നമ്മൾ ഒരു എന്ന് പറയുന്നതായിട്ട് നമ്മൾ എ ഓർ ആൻ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് മലയാളത്തിൽ ഒരു എന്ന യൂസേജ് വെക്കുമ്പോൾ കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരു ആനയാണ് ഭൂമിയിലെ വലുത് എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. ആനയാണ് ലാർജസ്റ്റ് ലാൻഡ് അനിമൽ എന്ന് പറയാനല്ലേ. സോ ദ എലിഫന്റ് അല്ലെങ്കിൽ ദി എലിഫന്റ് ഇസ് ദ ലാർജസ്റ്റ് ലാൻഡ് അനിമൽ. ഓക്കെ, ആപ്പിൾ ആൻ ആണുള്ളത്. I'll correct it with large. Okay, thank you for telling it out. Okay. Okay. What is the difference between a and an? അതല്ലേ ഉന്നീസ് നമ്മൾ ഇത്രയും നേരം ഇവിടെ പറഞ്ഞത്. ആർട്ടിക്കിൾ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ എ, ആൻ, ദ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന നൗൺ സ്പെസിഫിക് ആണോ അൺസ്പെസിഫിക് ആണോ, ഡെഫിനറ്റ് ആണോ ഇൻഡെഫിനറ്റ് ആണോ, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സൂചന കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന മൂന്ന് സംഭവമാണ് എ, ദ. ഈ മൂന്ന് സംഗതികളെ കൂടെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഓണസ്റ്റ് പോലെ വരുന്ന വേർഡ്സ് ഏതൊക്കെയാണ് മാം? എല്ലാ വേർഡ്സും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നത് പോസിബിൾ ആയ കാര്യമല്ല. ബട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ വരുന്നത് ഓണസ്റ്റ്, ഓണർ. ഓക്കെ, അതൊക്കെയാണ്. നമ്മൾ ത്രൂ ദ ജേർണി ഇങ്ങനെ ഓരോ വേർഡ്സ് കിട്ടുമ്പോൾ നമുക്ക് പറയാം. ഇങ്ങനെ വരുന്ന എല്ലാ വേർഡ്സും ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ടാണ് അത് തെറ്റുപറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ പലരും അഖിൽ ഇസ് ഹോണസ്റ്റ് എന്നാ പറയുന്നത്. അപ്പൊ എന്താണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺസണന്റ് സൗണ്ട് വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും എ യൂസ് ചെയ്യും. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് കൃത്യമായ ആർട്ടിക്കിൾ പ്ലേസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ചാണോ എച്ചിനെ പ്രൊനൗൺസ് ചെയ്യാതെ വരുന്നത്? സിറ്റുവേഷൻ അനുസരിച്ചല്ല, ചില വേർഡ്സ് അനുസരിച്ചിട്ടാണ് കേട്ടോ. സിറ്റുവേഷൻ അനുസരിച്ചല്ല. ഓണസ്റ്റ് എന്ന വേർഡ് എവിടെ പ്ലേസ് ചെയ്താലും ഓണസ്റ്റ് എന്ന് തന്നെയാണ്. ഏത് സിറ്റുവേഷനിൽ പ്ലേസ് ചെയ്താലും അത് ഹോണസ്റ്റ് ആവില്ല. ഓക്കെ, ഫസ്റ്റ് വേർഡിന്റെ സൗണ്ട് വോവൽ ആണെങ്കിൽ, ഫസ്റ്റ് വേർഡിന്റെ സൗണ്ട് കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ എ എങ്ങനെയാണ് മിക്കതും? ക്ലിയർ ആയില്ല. വൈശാഖ്, ഫസ്റ്റ് വേർഡിന്റെ സൗണ്ട് വവൽ ആണെങ്കിൽ ആൻ, ഫസ്റ്റ് വേർഡിന്റെ സൗണ്ട് കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ
A. ഇങ്ങനെയാണ് മിക്കതും. Yes, yes. You are right. What is the difference between A and an? പറഞ്ഞു. Okay. A ഹോട്ടലാണോ ആൻഡ് ഹോട്ടലാണോ? A ഹോട്ടൽ. Okay, A ഹോട്ടൽ. അവിടെ എന്താണ് നമ്മൾ I'll just confirm. A ഹോട്ടൽ ആണ് കേട്ടോ. Okay, A ഹോട്ടൽ. കാരണം അവിടെ H സൈലന്റ് അല്ല. ആക്ച്വലി രണ്ട് പ്രൊനൗൺസിയേഷൻ ഡിഫേഴ്സ്. അതായത് ഇപ്പൊ നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് എന്നിങ്ങനെ ഇംഗ്ലീഷിലെ ഡിഫറൻസ് വരുന്ന അനുസരിച്ച് ബോത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഓട്ടയിൽ എന്ന് പറയുന്നതും ഒട്ടയിൽ എന്ന് പറയുന്നതും കറക്റ്റ് ആണ്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ആൻഡ് ഓക്കെ MLA ആണോ? MLA. ഓക്കെ ബിക്കോസ് എം എന്ന് പറയുമ്പോ വവൽ സൗണ്ട് വരുന്നുണ്ട് അല്ലെ? ഹി ഈസ് ആൻ MLA. വെയിറ്റ്, ആൻ MLA. ഓക്കെ, പക്ഷേ ഹി ഇസ് ആൻ MLA എന്നാണ് കറക്റ്റ് ആണ്. ഹി ഇസ് ആൻ MLA എന്നാണ് പറയാ. പക്ഷെ നമ്മൾ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് കംപ്ലീറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി ഇസ് എ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയണം, അല്ലെങ്കിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയണം. പക്ഷെ നമ്മൾ ഷോർട്ട് ആക്കി MLA എന്ന് പറയുന്നതിൽ ആൻ യൂസ് ചെയ്യാം. പക്ഷെ നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് മെമ്പർ ഓഫ് പാർലമെന്റ് MP അല്ലെങ്കിൽ MLA എന്ന് എക്സ്പാൻഡ് ചെയ്ത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന സമയത്ത് എന്താണ് അവിടെ വവൽ സൗണ്ട് ഇല്ല, കോൺസണന്റ് സൗണ്ട് ആണ്. സോ അങ്ങനെ പറയുമ്പോൾ നമ്മൾ A യൂസ് ചെയ്യുക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. യൂണിവേഴ്സിറ്റി ഡൗട്ട് ക്ലിയർ ചെയ്യൂ പ്ലീസ്. യൂണിവേഴ്സിറ്റി A യൂണിവേഴ്സിറ്റി ആണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ യുവിന്റെ സൗണ്ട് ആക്ച്വലി ആ ആണ്. ഓക്കെ, ഇവിടെ Y സൗണ്ടിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റി പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ A യൂണിവേഴ്സിറ്റി ആണ്. ഇറ്റ് ഇസ് A യൂണിവേഴ്സിറ്റി. കാരണം യുവിന്റെ ഫോണറ്റിക് സൗണ്ട് എന്ന് പറയുന്നത് ആ. അംബ്രല്ല, ആൻ അംബ്രല്ല കറക്റ്റ് ആണ്. പക്ഷെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് Y സൗണ്ടിലായതുകൊണ്ട് A യൂണിവേഴ്സിറ്റി ആണ്. ഓക്കെ. പിന്നെ ഇനി നമുക്കിവിടെ ഉള്ളത് സിംഗുലർ ടു പ്ലൂറൽ മാറ്റുന്ന അധിക സമയത്തും ഇംഗ്ലീഷിൽ ഒരു 90% വേർഡ്സിന്റെ കൂടെ നമ്മൾ S ആഡ് ചെയ്താൽ മതി. കാറ്റ്, കാറ്റ്സ്, ടേബിൾ, ടേബിൾസ്, ചെയർ, ചെയർസ്, ബുക്ക്, ബുക്സ്, ഫുഡ്, ഫുഡ്സ്, ക്യൂക്കംബർ, ക്യൂക്കംബേഴ്സ്, ആപ്പിൾ, ആപ്പിൾസ്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ വേർഡ്സ് നമ്മൾ പ്ലൂറൽ ആക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം S ആഡ് ചെയ്താൽ മതി. ചില സമയത്ത് നമ്മൾ ES ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ബസ്, അത് ഓൾറെഡി S വെച്ചാണ് കഴിയുന്നത്. സോ ES. യെസ്, സ്കൂൾസ് കറക്റ്റ് ആണ്. ബസ്, ബസ്സസ്. ഓക്കെ, സോ ചില സ്ഥലത്ത് ES ആഡ് ചെയ്യണം, മറ്റു ചില സ്ഥലത്ത് IES ആഡ് ചെയ്യും. അതെവിടെയാണ് നമ്മൾ IES ആഡ് ചെയ്യേണ്ടത്? ഓക്കെ, അത് ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പിംഗ് നിർത്തിയേ. പ്ലീസ് സ്റ്റോപ്പ് ടെക്സ്റ്റിംഗ്. നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കല്ലേ കേട്ടോ. ഞാൻ ചോദിക്കുമ്പോൾ മാത്രം മെസ്സേജ് അയക്കുക. ഓക്കെ, ബിക്കോസ് ഇവിടെ ഒരു ബിഗ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്കുണ്ട്, 336. നിങ്ങൾ 336 പേരും കണ്ടിന്യൂസ് മെസ്സേജ് അയക്കുമ്പോൾ ശരിയാവില്ല. യൂണിവേഴ്സിറ്റി വരുമ്പോൾ A ആണെങ്കിൽ യൂണിഫോം ഓർ യൂണിക്കോൺ വരുമ്പോഴോ യെസ്, ആ ഒരു സെയിം ലോജിക് യൂസ് ചെയ്യൂ. യൂണിവേഴ്സിറ്റി Y സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ യൂണിഫോം, യൂണിക്കോൺ ഇതെല്ലാം സെയിം സൗണ്ടിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനി കുറച്ചു നേരം ചാറ്റ് ബോക്സിൽ റെസ്റ്റ് കൊടുക്കും. ഓക്കെ, ആൻഡ് ചില വേർഡ്സ് IES വെച്ച് IES ആഡ് ചെയ്യുമ്പോഴാണ് പ്ലൂറൽ ആവുക. അത് എങ്ങനത്തെ വേർഡ്സ് ആണ്? Nouns end with Y preceded by a consonant. അതായത് ഇപ്പൊ സിറ്റി Y വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം എന്തായിരിക്കണം? ആ Yയുടെ തൊട്ടു മുമ്പിൽ കോൺസണന്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ IES ആഡ് ചെയ്യുക. ഇപ്പൊ സിറ്റി ends with Y and has a consonant. സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എന്താണ് എന്നാണ് നോക്കേണ്ടത്. ലാസ്റ്റ് ലെറ്റർ Y ആണ് എങ്കിൽ അപ്പൊ തന്നെ അതിന്റെ തൊട്ടുമുമ്പത്തെ ലെറ്റർ നോക്കുക. സോ സിറ്റീസ്. പ്ലീസ് ചാറ്റ് ബോക്സിൽ ആരും ടൈപ്പ് ചെയ്യേണ്ട, ഞാൻ നിങ്ങളോട് ആരോടും ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുപോലെ പക്ഷെ ടോയ് കളിപ്പാട്ടം, ടോയ് എന്ന വേർഡ് എൻഡ് ചെയ്യുന്നത് വൈലാണ്. പക്ഷെ ടോയ്ന്റെ കൂടെ നമ്മൾ IES ആഡ് ചെയ്യുന്നില്ല, ചുമ്മാ സിംപ്ലി S ആഡ് ചെയ്താൽ ടോയ്സ്. ബിക്കോസ് വൈയുടെ തൊട്ടു മുമ്പ് O ആണുള്ളത്. O ഇസ് എ വവൽ സൗണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? സിംഗുലറിൽ നിന്ന് പ്ലൂറലിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ്? Singular to plural. Money doesn't have plural. Moneyയുടെ singular and plural is money. ചില വേർഡ്സ് അങ്ങനെയാണ്. ഷീപ്പിന് പ്ലൂറൽ ഇല്ല. ഷീപ്പ് is sheep. ഷീപ്സ് എന്ന് പറയില്ല. ഓക്കെ, ചില വേർഡ്സിൽ വേർഡ് തന്നെ ഡിഫറെന്റ് ആണ്. ടീത്ത്, ടൂത്ത്, ഫീറ്റ്, ഫുഡ്. സ്റ്റോറീസ് എന്ന് പറയുന്നത് യെസ്, സ്റ്റോറി ends with Y. സ്റ്റോറിയുടെ തൊട്ടും
വൈയുടെ തൊട്ടുമ്പ് ആർ ആണ്. ദറ്റ്സ് എ കോൺസണന്റ്. സോ നമ്മൾ എന്തായി അത് ഐസ് ആക്കി. ആനന്ദ്, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഗൂസ്, ഗീസ്. ഓക്കെ, അത് ചില വേർഡ്സ് അത് പ്രത്യേകിച്ച് റൂൾ ഇല്ല. ഈ ഫീറ്റ് ആൻഡ് ടൂത്ത്, ഗൂസ് ആൻഡ് ഗീസ് അതൊന്നും പ്രത്യേകിച്ച് റൂൾ ഉണ്ടായിട്ടല്ല. അതെല്ലാം ഡിഫറെന്റ് വേർഡ്സ് ആണ്. ഓക്കെ, അത് ഇത് നമ്മൾ ഒരുവിധപ്പെട്ട വേർഡ്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾസ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇംഗ്ലീഷിൽ ഒരുപാട് എക്സെപ്ഷണൽ കേസസ് വരും. ചൈൽഡിന്റെ പ്ലൂറൽ എന്താണ്? വാട്ട് ഇസ് ദ പ്ലൂറൽ ഓഫ് ചൈൽഡ്? ചിൽഡ്രൻ. വേറെ തന്നെ വേർഡ് ആയില്ലേ? ഓക്കെ, മാൻ, മെൻ, വിമൻ, വിമൻ. യെസ്, ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന അവിടെ അപ്പോസ്ട്രോഫി ഉണ്ട്. ചിൽഡ്രൻസ്, കുട്ടികളുടെ പാർക്ക്. ഓക്കെ, ചിൽഡ്രൻസ് പാർക്ക്, അവിടെ അപ്പോസ്ട്രോഫി എസ് ഉണ്ട്. ചിൽഡ്രൻസ് പാർക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ്. ഡേ 3 നമ്മൾ നോക്കിയത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എപ്പോഴാണ് യൂസ് ചെയ്യാം? നമ്മൾ ഡെയിലി ലൈഫ്, നമ്മളൊരു പുതിയ സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മുമ്പത്തത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മളുടെ ഡെയിലി ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാൻ. അതുപോലെ ഫാക്ച്വൽ, ഇന്നും നമ്മൾ പറഞ്ഞത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ. നമ്മളുടെ ദിനചര്യ, ഡെയിലി റൂട്ടീനിലുള്ള കാര്യങ്ങൾ പറയാൻ. നമ്മൾ ഹാബിറ്റ് ആയിട്ട് പറയുന്നത് ഐ ഗോ ടു ജിം എവറി ഡേ, ഐ ബ്രഷ് മൈ ടീത്ത് എവറി ഡേ, ഷീ സ്റ്റഡീസ് എവറി ഡേ, രാഹുൽ ഗോസ് ഫോർ ജോഗിങ് എവറി ഡേ. ഓക്കെ, എന്നിങ്ങനെയുള്ള ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ സെന്റൻസ്, ഷീ സ്റ്റഡീസ് എവറി ഈവനിങ്. ഓക്കെ, ഐ വർക്ക് ഔട്ട് എവറി. ഓക്കെ, ഇവിടെ ഇനി നിങ്ങൾ എക്സാമ്പിൾ സെന്റൻസുകൾ തരണ്ട. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമ്പിൾ സെന്റൻസുകൾ തരണ്ട. എക്സാമ്പിൾ സെന്റൻസുകൾ തരണ്ട. പ്ലീസ് ലിസൺ ടു മീ. ഓക്കെ, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഈസിയാണ്. ഓൾറെഡി കുറെ എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഡെയിലി ലെസണിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു. എനിക്ക് തൊട്ടു മുന്നേ പറഞ്ഞ ദി സൗണ്ട് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, നമ്മൾ കോൺസണൻസ് വന്നാലും വവൽസ് വന്നാലും പ്ലൂറൽസ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പറയുന്ന സമയത്ത് എന്താണ്? ദ തന്നെയാണ് യൂസ് ചെയ്യുക. സോ കോൺസണൻസിന്റെ മുമ്പിൽ നമ്മൾ ദ ആണ് യൂസ് ചെയ്യുക. ദ ബുക്ക്, ദ ടേബിൾ. പക്ഷെ വവൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ മുമ്പിൽ സ്പെസിഫിക് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഷീ ഇസ് അറ്റ് ദി എൻഡ് ഓഫ് ദ പാർക്ക്. ഓക്കെ, she wants the ice cream from that shop. She wants a ice cream from that shop എന്നാണ് പറയാ. അല്ലെങ്കിൽ വവൽസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും the ostrich is the tallest bird. Okay, I hope it's clear, Anand. Consonants ന്റെ മുമ്പ് the, vowels ന്റെ മുമ്പ് the ആണ് യൂസ് ചെയ്യുക. is or are യൂസ് ചെയ്യില്ലേ സിമ്പിൾ പ്രസന്റിൽ? അത് she is writing അല്ലെങ്കിൽ I am playing എന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, അത് നമുക്ക് 12 ടെൻസസ് ഉണ്ട്. ഓക്കെ, പ്രസന്റ് ടെൻസിന്റെ താഴെ 4, പാസ്റ്റ് ടെൻസിന്റെ താഴെ 4, ഫ്യൂച്ചർ ടെൻസിന്റെ താഴെ 4, എന്നിങ്ങനെ മൊത്തം 12 ടെൻസസ് ഉണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നിങ്ങനെ ഓരോ ടെൻസസ് നമ്മൾ ഡേ ബൈ ഡേ പഠിക്കും. ഓക്കെ, ഷീ ഇസ് പ്ലേയിങ്, ഷീ ഇസ് റൈറ്റിംഗ് എന്നുള്ളതൊക്കെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹാബിച്വൽ ആക്ടിവിറ്റി, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. യെസ്. ആൻഡ് സെന്റൻസ് ക്രിയേഷനിലും ആർക്കും ഡൗട്ട്സ് ഇല്ലല്ലോ ഇതില്? ഷീ സ്റ്റഡീസ് എവറി ഈവനിങ്. നമ്മൾ സിംഗുലർ വേർഡ്സിന്റെ കൂടെ ആണ് എന്നുണ്ടെങ്കിൽ വേർബിനെ നമ്മൾ എസ് വെച്ചിട്ട് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ദ ബേർഡ്സ് ഫ്ലൈ. കാരണം എന്താണ്? ബേർഡ്സ് എന്നത് പ്ലൂറൽ ആണ്. സോ വേർബിന്റെ ഫസ്റ്റ് ഫോമിൽ തന്നെ വെക്കുക. ദ ബേർഡ്സ് ഫ്ലൈ, അവിടെ എസ് ആഡ് ചെയ്യണ്ട. പക്ഷെ ഒരു പക്ഷി പറക്കുന്നു, അല്ലെങ്കിൽ ദ ബേർഡ് ഫ്ലൈസ്, എ ബേർഡ് ഫ്ലൈസ്, ഒരു പക്ഷി പറക്കുന്നു. അപ്പോ എ ബേർഡ്, അവിടെ ബേർഡ് എന്നത് സിംഗുലർ ആണ്. അപ്പോ നമ്മൾ ആക്ഷൻ എസ് ആഡ് ചെയ്യണം. ദ ബേർഡ് ഫ്ലൈസ്. ഈസി അല്ലേ? ഓപ്പോസിറ്റ്, നൗൺ സിംഗുലർ ആണ് എങ്കിൽ വേർബിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യണം. നൗൺ പ്ലൂറൽ ആണ് എങ്കിൽ നമ്മൾ വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യേണ്ട. അതിന്റെ ഒറിജിനൽ ഫോമിൽ തന്നെ വെക്കുക. ഹാബിച്വൽ സെന്റൻസ്, ഐ ബ്രഷ് മൈ ടീത്ത് എവറി ഡേ. ഷീ ടേക്സ് എ ബാത്ത് എവറി ഡേ. ഷീ ജിംസ് എവറി ഡേ. കറക്റ്റ് ആണോ? നോ. ജിം എന്നതൊരു സ്ഥലത്തിന്റെ പേരല്ലേ.
She goes to gym every day. Goes. Go എന്നതിന്റെ next form ആണ് goes. GOES. She goes to gym every day. Concept is clear. Okay. നിങ്ങൾ ഇടയിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലിയർ ആണെന്നും കൂടെ പറഞ്ഞു കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം. ഈസ് ആം എല്ലാം മെയിൻ വേർബായി വരുന്ന സെന്റൻസ് പറയോ മാം? അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. All clear. Okay. Thank you. Thank you. Thank you very much. Next is adjectives. Adjectives very easy ആണ്. നമ്മൾ എന്താണ് നമ്മളുടെ നൗൺസിനെ മോഡിഫൈ ചെയ്യാൻ, നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും അഡീഷണൽ ഡീറ്റെയിൽസ്, അതിന്റെ സൈസിനെ കുറിച്ചോ കളറിനെ കുറിച്ചോ ഷേപ്പിനെ കുറിച്ചോ ക്വാളിറ്റിനെ കുറിച്ചോ എല്ലാം പറയാൻ വേണ്ടിയിട്ട് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏത് വേർഡും അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എ ടോൾ ആൻഷ്യന്റ് ട്രീ സ്റ്റാൻഡ്സ് ഇൻ ദ പാർക്ക്. ഇവിടെ ടോൾ എന്നതും അഡ്ജക്റ്റീവ് ആണ്, ആൻഷ്യന്റ് എന്നതും അഡ്ജക്റ്റീവ് ആണ്. ടോൾ എന്ന് പറഞ്ഞാൽ ഉയരമുള്ളത്, പൊക്കമുള്ളത്. ആൻഷ്യന്റ് എന്ന് പറഞ്ഞാൽ പഴയത്, ഒരുപാട് വർഷങ്ങളായിട്ടുള്ളത്. സോ ഇത് രണ്ടും എന്താണ് ഇവിടെ ആ ട്രീ എന്നതിനെ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആണ്. സോ ഇവിടെ ടോൾ ആസ് വെൽ ആസ് ആൻഷ്യന്റ് ബോത്ത് ആർ adjectives. Ancient temple, beautiful flower. Okay, describing words are adjective. Okay. Good. ഞാൻ ചോദിക്കാതിന്റെ എക്സാമ്പിൾസ് ഇടല്ലേ, ബിക്കോസ് എക്സാമ്പിൾസ് ഇടുന്ന സമയത്ത് ഡൗട്ട്സ് മിസ് ഔട്ട് ആയി പോവാണ്. ആഫ്റ്റർ വേർബ് കോൺജുഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ സെന്റൻസിലും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ആ വേർബിന്റെ ഫോമിനെ മാറ്റുന്നതിനെയാണ് വേർബ് കോൺജുഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഗുഡ് ക്വസ്റ്റ്യൻ. ദ ബേർഡ് ഫ്ലൈ, അവിടെ എന്താണ്? ഫ്ലൈ എന്നതാണ് വേർബ്. The bird flies, അവിടെ നമ്മൾ വേർബിനെ കോൺജുഗേറ്റ് ചെയ്തു. നമ്മുടെ ആ സെന്റൻസിന്റെ ആ ഒരു ടെൻസിന്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അതിനെ മാറ്റി, അതിന്റെ ഫോം മാറ്റി. ഫ്ലൈ എന്നത് ഫ്ലൈസ് എന്നാണ്. സോ എന്താണ്, നമ്മൾ അവിടെ വേർബിനെ കോൺജുഗേറ്റ് ചെയ്തു. കോൺജുഗേറ്റ് ദ വേർബ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ട സെന്റൻസിന്റെ ആവശ്യത്തിനനുസരിച്ച് വേർബിന്റെ ഫോംസിനെ മാറ്റുന്നതിനെയാണ് വേർബ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാം എല്ലാം മെയിൻ. മാം adverb ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ, വീക്ക്ലി എക്സാമിൽ adverb വന്നിരുന്നില്ലേ? ആണോ? adverb adjective is for nouns. വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെല്ലാം വേർബ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. ഷീ ഇസ് സിംഗിങ് ബ്യൂട്ടിഫുള്ളി, ഹി ഇസ് റണ്ണിങ് ഫാസ്റ്റ്ലി. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ adverb. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ noun, phrases and adjective. നൗൺ എന്ന് പറഞ്ഞാൽ നെയിമിംഗ് വേർഡ്സ്, നമ്മളുടെ പേര്, സ്ഥലപ്പേരുകൾ, അതുപോലെ വസ്തുവിന്റെ പേരുകളൊക്കെയാണ് നൗൺ എന്ന് പറയുന്നത്. ഫ്രേസസ് എന്ന് പറയുന്നത് ഒന്നിലധികം വേർഡ് നമ്മൾ ഒരു വേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പ് ആൻഡ് ഡൗൺ. പ്ലീസ് ഡോണ്ട് റൺ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ്. സ്റ്റെയർസ് ഓടി കയറി ഇറങ്ങി കളിക്കരുത്. അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ്. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ എന്നത് അവിടെ ഒരു ഫ്രേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഫ്രേസൽ വേർബ്സ് എന്ന് പറയും. അതായത് നമ്മൾ ഒന്നിലധികം അക്ഷരങ്ങൾ, 2 അക്ഷരങ്ങൾ കൂട്ടി ഒരു അക്ഷരമായിട്ട് കൺസിഡർ ചെയ്യുന്നതിനെ. ഇപ്പൊ ഇഡിയംസ് എല്ലാം വേണമെങ്കിൽ ഫ്രേസസ് ആണ് എന്ന് പറയാം. ഓക്കെ, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഐ ആം വിത്ത് യു സിമ്പിൾ പ്രസന്റ് ആണോ? നോ, ഐ ആം വിത്ത് യു എന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, ഇപ്പൊ നടക്കുന്നത്. ഐ ആം വിത്ത്. റാപ്പിഡ് വെദർ, ഐ സീ റിവർ. ഈ അഡ്ജക്റ്റീവ് യൂസേജ് രണ്ടും കറക്റ്റ് ആണോ? യാ, the weather is changing rapidly എന്ന് പറയാ. rapid weather. I see river correct ആണ്. yes. addictive and soothing music. okay, what is adverb clause, adjective clause? നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ഇവിടെ ചോദിക്കേണ്ട, നമ്മൾ കമ്മിങ് വീക്സിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് ചോദിക്കും കേട്ടോ. the cheerful music band play. noun എന്ന് പറഞ്ഞാൽ person, things, place ആണോ? yes. മനുഷ്യരാവാം, മൃഗങ്ങളാവാം, സ്ഥലങ്ങളാവാം, വസ്തുക്കൾ, ടേബിൾ, ചെയർ എന്ന് പറയുന്നതൊക്കെ എന്താണ്? നൗൺസ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ cheerful weather today. പറയാമോ? യെസ് പറയാം, കുഴപ്പമില്ല. that aeroplane now take off. no, അങ്ങനെ പറയില്ല. that aeroplane will take off now എന്ന് പറയാം. okay, that aeroplane will take off now. okay, fine. so I hope it's clear. next we are going to prepositions. prepositions എന്താണ്? പ്രപ്പോസിഷൻസ് സെന്റൻസുകളെ ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രപ്പോസിഷൻസ് ആർ വേർഡ്സ് ദാറ്റ് ലിങ്ക് നൗൺസ്. will, took off now പറയില്ല. took off എന്നത് ടേക്ക് ഓഫിന്റെ പാസ്റ്റ് ടെൻസ് ആണ്.
ഓക്കെ, നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കി പറയില്ലല്ലോ. ബുക്സ് ആർ സ്കാറ്റേർഡ് അക്രോസ് എന്ന് യൂസ് ചെയ്തൂടെ? യെസ്, യൂസ് ചെയ്യാം, കറക്റ്റ് ആണ്. ഓക്കെ, ഈ RNG-TNE മൊബൈലി അയാളുടെ പേരൊന്ന് പറയോ? ഓക്കെ, സോ പ്രപ്പോസിഷൻസ് നമ്മൾ നൗൺസും പ്രോനൗൺസും ഫ്രേസസും ഒരു സെന്റൻസിലെ മറ്റു വേർഡ്സ് തമ്മിൽ ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രോനൗൺസ് എന്ന് പറയുന്നത്. ലൈക് ഇറ്റ്, അറ്റ്, ഇൻ, അറ്റ്, ഓൺ, ഇൻസൈഡ്, അബവ്, അണ്ടർ, ഇൻടു, ബിലോ, ബിഹൈൻഡ്, അക്രോസ്, അലോങ്, ത്രൂ എന്നിങ്ങനെയുള്ളതെല്ലാം പ്രപ്പോസിഷൻസ് ആണ്. നമ്മൾ എന്തിനാണ് ഈ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്? പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത് പലപ്പോഴും ലൊക്കേഷൻ പറയാൻ, സമയം സൂചിപ്പിക്കാൻ, എന്തെങ്കിലും മൂവ്മെന്റ് സൂചിപ്പിക്കാൻ. ഓക്കെ, സോ നൗണും അല്ലെങ്കിൽ ഒരു സെന്റൻസിലെ നൗണും വേർബും തമ്മിലുള്ള റിലേഷൻ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സെന്റൻസിലെ പല സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള റിലേഷൻ. ദ ബുക്സ് ആർ ഇൻ ദ ഫ്ലോർ അല്ല ഓൺ ദ ഫ്ലോർ. യെസ്, ഓക്കെ. ഇവിടെ എക്സാമ്പിൾസ് ആരും ഇടല്ലേ, ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾ ചോദിച്ചോളൂ, എക്സാമ്പിൾ സെന്റൻസുകൾ അയക്കണ്ട. ഓക്കെ, സോ ഇവിടെ പ്രപ്പോസിഷൻസ് ഡിസ്ക്രൈബിംഗ് ടൈം, നമ്മൾ സമയം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 പ്രപ്പോസിഷൻസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ഇൻ, ഐ വാസ് ബോൺ ഇൻ 2001 എന്ന് പറയും. നമ്മൾ ഇയർ സൂചിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇൻ യൂസ് ചെയ്യാം. പക്ഷെ കൃത്യമായ ഡേറ്റ് പറയുന്ന സമയത്തോ ഐ വാസ് ബോൺ ഓൺ 2nd February. കൃത്യമായ ഡേറ്റ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ കൃത്യമായ ദിവസം പറയുന്ന സമയത്ത് വി വിൽ ഹാവ് നെക്സ്റ്റ് EEP സെഷൻ ഓൺ Thursday. ഓൺ കൃത്യമായ ദിവസം പറയാം. കൃത്യമായ ദിവസം അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡേറ്റ് പറയുന്ന സമയത്ത് ഓണം. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒരു മാസം അല്ലെങ്കിൽ ഒരു ഇയർ മാത്രം ഐ വാസ് ബോൺ ഇൻ February അല്ലെങ്കിൽ ഐ വാസ് ബോൺ ഇൻ 2001 എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഇന്നു ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ കൃത്യമായ ടൈം, സമയം പറയുന്ന സമയത്ത് പ്ലീസ് ജോയിൻ അറ്റ് ഷാർപ്പ് 8 o'clock. പ്ലീസ് ജോയിൻ ദ മീറ്റിംഗ് അറ്റ് 8 o'clock. സമയം പറയുന്ന സമയത്ത് നമ്മൾ അറ്റ് പറയും. ഡേറ്റ്സിന്റെ സമയത്താണ് ഇന്നും ഓണം പറയാ. ഓക്കെ, ടൈം സൂചിപ്പിക്കാൻ എപ്പോഴും ദ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 6 AM in the morning. ഓക്കെ, കുറുകെ ഓടുക എന്ന് പറയുന്നത് അക്രോസ്. ദ കാറ്റ് ഇസ് റണ്ണിങ് അക്രോസ് എന്ന് പറയാം. അക്രോസ് ദ ബ്രിഡ്ജ്, ബ്രിഡ്ജിന്റെ കുറുകെ ഓടുകയാണ്. ഐ വാസ് ബോൺ ഇൻ 2005 അറ്റ് ദ August 15. നോ, അങ്ങനെ പറയില്ല. അറ്റ് സമയം സൂചിപ്പിക്കാനാണ് പറയാ. ടൈം പറയാൻ, ഒരു ദിവസത്തിലെ സമയമില്ലേ, ക്ലോക്കിലെ സമയം പറയാനാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക കേട്ടോ. ഡേറ്റ്സ് പറയാൻ ഇന്നും ഓണം മാത്രമാണ്. കൃത്യമായ ഡേറ്റോ ദിവസമോ പറയാൻ ഓണാണ് യൂസ് ചെയ്യുക. സ്പെസിഫിക് അല്ലാത്ത മന്തോ ഇയറോ പറയാനാണ് ഇൻ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ പ്രപ്പോസിഷൻസ് ഡിസ്ക്രൈബിംഗ് പ്ലേസ്. ഇനി പ്ലേസിലേക്ക് വരുമ്പോഴും ഇന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സാധനം ഉള്ളിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. മൈ ഡ്രസ് ഇസ് ഇൻ ദ കബോർഡ്. ഇൻ, കബോർഡിന്റെ ഉള്ളിലാണ്. ഐ ആം ലിവിങ് ഇൻ കേരള. ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഇൻ അറ്റോ, അറ്റ് വീണ്ടും കുറച്ചുകൂടെ സ്പെസിഫിക് ആവുന്ന സമയത്താണ്. ഐ ലിവ് അറ്റ് തൃശൂർ ഡിസ്ട്രിക്ട് ഇൻ കേരള. തൃശൂർ ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയില്ലേ. ഐ ആം വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. എബവ് എന്ന് പറഞ്ഞാൽ മുകളിൽ. ദ ഓൾഡ് ടോയ്സ് ആർ കെപ്റ്റ് എബവ് ദ കബോർഡ്. അതായത് കബോർഡിന്റെ ഉള്ളിലല്ല, കബോർഡിന്റെ മുകളിൽ. ദ ഓൾഡ് ടോയ്സ്, പഴയ ടോയ്സ് എല്ലാം കബോർഡിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പുറകിൽ. ദ കാറ്റ് ഇസ് ഹൈഡിങ് ബിഹൈൻഡ് ദ ടേബിൾ. ടേബിളിന്റെ പുറകിൽ കാറ്റ് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഹി ഇസ് സിറ്റിംഗ് അറ്റ് ദ ട്രെയിൻ എന്ന് പറയുമോ? ഇല്ല, ഹി ഇസ് സിറ്റിംഗ് ഇൻ ദ ട്രെയിൻ ആണ്. നമ്മൾ ട്രെയിനിന്റെ ഉള്ളിലല്ലേ ഇരിക്കുക. ഹി ഇസ് സിറ്റിംഗ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ വെറുതെ പ്ലീസ് റിപ്പീറ്റ് എന്നിട്ടാൽ എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് കൂടെ പറയണോ കേട്ടോ. സിൻസ് എന്തിനാണ് ഉപയോഗിക്കുക? സിൻസ് പ്രപ്പോസിഷൻ അല്ല, സിൻസ് കൺജങ്ഷൻ ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ആൻഡ് ഓർ ഒക്കെ കൺജങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സിൻസ് കൺജങ്ഷൻ ആണ്. ഓൺ ടു മലയാളം മീനിങ് എന്താണ് മാം? ഓൺ ടു എന്തിന്റെങ്കിലും മുകളിലേക്ക്. ഓൺ ടു, ദ കാറ്റ് ജംപ് ഓൺ ടു ദ ടേബിൾ. ടേബിളിന്റെ മുകളിലേക്ക് ചാടി. ഓൺ ടു ദ ടേബിൾ. ഓക്കെ, ഷീ ഈസ് ഗുഡ് അറ്റ് മാത്സ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുന്ന സമയത്ത് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ടല്ല, നിങ്ങൾ ടു എവ്രി വൺ എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ട് വേണം കേട്ടോ അയക്കാൻ. എന്നാലേ എല്ലാവർക്കും അത് കാണാൻ പറ്റുള്ളൂ. ഒരു ഡൗട്ട് സിൻസ്. ഓക്കെ, ബുക്സ് ആർ സ്കാറ്റേർഡ് അക്രോസ് ദ ഫ്ലോർ എന്ന് പറയോ? യെസ്, അക്രോസിന് പകരം ഡൗൺ യൂസ് ചെയ്യാൻ പറ്റുമോ? PDF 3rd ഇമേജ് ക്വസ്റ്റ്യനിലെ ഡൗട്ട് ആണ്.
അങ്ങനെ ചോദിച്ചാൽ എനിക്കത് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഒരുപാട് PDF ഉള്ളതുകൊണ്ട്. ബുക്സ് ആർ സ്കാറ്റർഡ് അക്രോസ് ദ ഫ്ലോർ ഇസ് കറക്റ്റ്. അക്രോസിന് പകരം ഡൗൺ യൂസ് ചെയ്യാൻ പറ്റുമോ? ദ ബുക്സ് ആർ സ്കാറ്റർഡ് ഡൗൺ ദ ഫ്ലോർ എന്ന് പറയില്ല കേട്ടോ. നോ, ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ദ ഡോഗ് സ്ലീപ്സ് ഓൺ ദ ഗ്രാസ്. യെസ്, കറക്റ്റ് ആണ്. കാരണം ഗ്രാസിന് മുകളിൽ, ഓൺ. ദ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ. ദി ആപ്പിൾ ഇസ് ഓൺ ദ ടേബിൾ. ദ ഡോഗ് സ്ലീപ്സ് ഓൺ ദ ഗ്രാസ്. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ഐ ആം ഇൻ ഏഷ്യ അറ്റ് ഇന്ത്യ. ഓക്കെ ആണോ? നോ 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 നോ, അതിനൊന്നും പറയില്ല കേട്ടോ. ഐ ആം ഇൻ ഏഷ്യ അറ്റ് ഇന്ത്യ എന്ന് പറയില്ല. കാരണം എന്താണ്, ഇന്ത്യ എന്ന് പറഞ്ഞാലും വലിയ ഒരു രാജ്യമാണ്, അത് സ്പെസിഫിക് ആവില്ല. ഏഷ്യ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭൂഖണ്ഡാണ്, അവിടെയും സ്പെസിഫിസിറ്റി ഇല്ല. ഓക്കെ. ഷീ ഇസ് ഗുഡ് ഇൻ മാത്തമാറ്റിക്സ്. ഇതിൽ ഇവിടെ അത് ഇന്ത്യന്റെ യൂസേജ് പ്രപ്പോസിഷൻ ആയിട്ടല്ല കേട്ടോ ഉള്ളത്. ഇവിടെ എന്താണ്, നമ്മൾ സമയത്തിനെയോ ലൊക്കേഷനോ ടൈം ഒന്നും അല്ല പറയുന്നത്. ഓക്കെ. സോ ഇവിടെ ഇൻ മാത്തമാറ്റിക്സ് എന്നത് പ്രപ്പോസിഷന്റെ യൂസേജ് അല്ല ഉള്ളത്. വെൻ ഐ വാസ് ഇൻ ദുബായ്. യെസ്, ഞാൻ ദുബായിലുള്ളപ്പോൾ. ഷീ ഈസ് ഗുഡ് അറ്റ് മാത്സ്. അറ്റ് ടൈം സ്പെസിഫൈ ചെയ്യുന്നതല്ലേ, അതാണ് ഇവിടെ. അറ്റ് നോക്ക്, ടൈമിനെയും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, പ്ലേസിനെയും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഷീ ഈസ് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. അവിടെ ആ ഒരു സെന്റൻസിൽ അതിന് പ്രപ്പോസിഷന്റെ യൂസേജ് അല്ല ഉള്ളത്. ഓക്കെ. ഹി ഈസ് സിറ്റിംഗ് അറ്റ് ദ ട്രെയിൻ എന്ന് പറയുന്നതോ, നമ്മൾ ക്ലിയർ ചെയ്തില്ല ആ ഡൗട്ട്. ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ് ഇസ് കറക്റ്റ്. ആ യൂസേജ് കറക്റ്റ് ആണ്. അക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകെ. ദ കാർസ് ആർ ഗോയിങ് അക്രോസ് ദ ബ്രിഡ്ജ്. എന്താണ്, പാലത്തിന് കുറുകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനനം പറയുമ്പോൾ മാത്രം ഐ വാസ്. അതെന്താ അങ്ങനെ? കാരണം നമ്മൾ ജനിച്ച് കഴിഞ്ഞില്ലേ. ഐ വാസ് ബോൺ, എന്റെ ജനനം കഴിഞ്ഞില്ലേ. ഹി വാസ് ഇൻ എ മീറ്റിംഗ് അറ്റ് ബാംഗ്ലൂർ. യെസ്, കറക്റ്റ്. ഹി വാസ് ഇൻ എ മീറ്റിംഗ് അറ്റ് ബാംഗ്ലൂർ എന്ന് പറയൂ, കറക്റ്റ് ആണ്. ഇൻസൈഡ് മീനിങ് എന്താ, ഉള്ളിൽ. യെസ് മാം. ഐ പുട്ട് ദ മാറ്റ് അറ്റ് ദ ഡോർ. അറ്റ് ദ ഡോർ അല്ല, നമ്മൾ ഡോർമൽ അല്ലല്ലോ ഇടുന്നത്. അറ്റ് ദ ഡോർ സ്റ്റെപ്പ് എന്ന് പറയാം. അറ്റ് ദ ഡോർ സ്റ്റെപ്പ്, ഡോർ സ്റ്റെപ്പിന്റെ അവിടെ എന്ന് പറയാം കേട്ടോ, കറക്റ്റ് ആണത്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. ബുക്സ് ആർ സ്കാറ്റേർഡ്. ഇതിൽ ബുക്സിൽ ദ ചേർക്കാത്തതിന്റെ റീസൺ ചേർത്തോളൂ, കുഴപ്പമില്ല. ദ ബുക്സ് ആർ സ്കാറ്റേർഡ്. ആൻഡ് ഈ RNG TNE മൊബൈലിയ ഡയറക്റ്റ് മെസ്സേജ് അയക്കല്ലേ, പ്ലീസ് ടു എവ്രി വൺ എന്ന ഓപ്ഷൻ ഇട്ട് അയക്കൂ. കാരണം ഞാൻ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവരൊന്നും മനസ്സിലാവാണ്ടിരിക്കും. ഓക്കെ. നിങ്ങൾക്ക് താഴെ തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദ പ്രോഗ്രാം ഇസ് ഗോയിങ് ടു ബി ഹെൽഡ് അറ്റ് ടാഗോർ ഹാൾ. യെസ്, കറക്റ്റ് ആണ്. സാൻഡ്ര കോഴിക്കോടുകാരിയാണോ? ടാഗോർ ഹാൾ പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ്. എ കാറ്റ് സാറ്റ് ഓൺ ദ ടേബിൾ ആണ് കേട്ടോ. ഓക്കെ. ദ മങ്കി ജംപ്ഡ് ഓൺ ടു എ പേഴ്സൺസ് ബാക്ക്. യെസ്, കറക്റ്റ്. ഇൻ ടു അല്ല, ഓൺ ടു. ഒരാളുടെ മുകളിലേക്കല്ല, ഒരാളുടെ ഉള്ളിലേക്ക് ചാടാൻ പറ്റില്ലല്ലോ. ഇൻ ടു എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഇൻ ടു ദ ക്രൗഡ്. എനിക്ക് ആ ക്രൗഡിലേക്ക്, എനിക്ക് ആ ജനത്തിരക്കിലേക്ക് പോവണ്ട. ഇൻ ടു, ഉള്ളിലേക്കല്ലല്ലോ. ഇപ്പൊ ഒരു മങ്കി ചാടുന്നത് ഒരാളുടെ മുകളിലേക്കല്ലേ. സോ ഓൺ ടു കറക്റ്റ് ആണ്. ഓക്കെ. വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ അക്രോസ് ആൻഡ് ഡൗൺ? അക്രോസ് എന്ന് പറഞ്ഞാൽ അക്രോസ്, ആ ഒരു ചുറ്റുവട്ടം അല്ലെങ്കിൽ കുറുകെ എന്നുള്ള മീനിങ് ആണ്. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ്. ദ ചിൽഡ്രൻ ആർ പ്ലേസ് അറ്റ് ദ പാർക്ക്. കറക്റ്റ് അല്ല. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് അറ്റ് ദ പാർക്ക് ആണ് കേട്ടോ. ദ ടേബിൾ ലാമ്പ് ഇസ് ഓൺ ദ ടേബിൾ. യെസ്, കറക്റ്റ് ആണ്. നിങ്ങൾ വെറുതെ എക്സാമ്പിൾ സെന്റൻസിന്റെ ഇടയിൽ അയക്കല്ലേ, ബിക്കോസ് നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കണ്ടോ, നിങ്ങൾ എനിക്കിവിടെ ഒരു ബണ്ടിൽ ഓഫ് ഒരു 50-60 മെസ്സേജസ് ഒരുമിച്ച് വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ടൈമിനെ കളയരുത്. ഓക്കെ, പ്ലീസ്. നിങ്ങൾക്ക് കറക്റ്റ് ആണ് എന്ന് ഉറപ്പുള്ള സെന്റൻസുകൾ വെറുതെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ആവശ്യമില്ല. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ. നമ്മൾ ഇരിക്കുന്ന വെഹിക്കിൾ തലയുമായി ടച്ച് ചെയ്യണില്ലെങ്കിൽ അറ്റ് വരും എന്ന് റൂളില്ലേ? നമ്മൾ ഇരിക്കുന്ന വെഹിക്കിൾ തലയുമായി ടച്ച് ചെയ്യണില്ലെങ്കിൽ അറ്റ് വരും എന്ന് റൂളില്ലേ? നസീറ, അങ്ങനെ ഒരു സംഗതി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഐ ജസ്റ്റ് കൺഫേം. ഓക്കെ. ഐ എം അറ്റ് ഹോം ഓർ ഐ എം ഇൻ ഹോം. ഐ എം അറ്റ് ഹോം. ഐ എം ഇൻസൈഡ് മൈ ഹൗസ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. സോ ഇൻസൈഡ്, അബൌട്ട്, ബിഹൈൻഡ്. ബിഹൈൻഡ് പുറകിൽ എന്ന് പറഞ്ഞു. ബിലോ എന്ന് പറഞ്ഞാൽ താഴെ. ഓക്കെ. മൈ ബുക്ക് ഇസ് കെപ്റ്റ് ബിലോ യുവർ ബുക്ക്. നിന്റെ ബുക്കിന്റെ അടിയിൽ, താഴെ. ഓക്കെ. അണ്ടർ ആൻഡ് ബിലോ പല സമയത്തും നമുക്ക് റീപ്ലേസബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില സമയത്ത് അണ്ടർ തന്നെ ആവശ്യം ഉണ്ടാവും, ചില സമയത്ത് ബിലോ തന്നെ. ബട്ട് ഓൾമോസ്റ്റ് സിനോണിംസ് ആണ് ബിലോ ആൻഡ് അണ്ടർ. ദെൻ ഇൻ ടു, ഉള്ളിലേക്ക്. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഇൻ ടു ദ ക്രൗഡ്. ഓക്കെ. under the table. The cat is hiding under the bed. Okay.
Okay, prepositions describing movement. Across, നമ്മൾ ഡിസ്കസ് ചെയ്തു. Along. Please come along with me. എൻ്റെ കൂടെ വരൂ. Okay? Or please read along the lines. നമ്മൾ ആ ലൈൻസിന്റെ കൂടെ തന്നെ വായിക്കൂ. അല്ലെങ്കിൽ go along in the line. അല്ലെങ്കിൽ go along with the teacher. Into direction കാണിക്കാൻ പറ്റില്ല. Please go into the hall എന്ന് പറയാം. അത് ഡയറക്ഷൻ അല്ല, ആ ഒരു സ്ഥലത്തേക്ക് പോയെന്ന് പറയാം. Okay, please go into the hall. Then across, along, around or round. The children are playing around the tree. അല്ലെങ്കിൽ round the tree എന്നും പറയാം, around the tree എന്നും പറയാം. Okay? Then through. I am going through Waitla Hub. നമ്മൾ ഏതെങ്കിലും ഒരു വഴി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ via എന്ന് പറയാറില്ല. I am going via. Same meaning ആണ് through. I am going through Waitla Hub. I am going through I'm going through MG Road. ആ വഴി പോകുന്നുണ്ട് എന്ന് പറയാം. Okay? Then please get out of here. Out of. ഇവിടെ നിന്ന് പോ. Please get out of here. Okay? Into and onto എന്താണെന്ന് നമ്മൾ already പറഞ്ഞു. The cat jumped onto the chair. Via means through. നമ്മൾ ഏതെങ്കിലും how did you get here or which way did you come? I came via the railway station road. ഞാൻ ആ റോഡിലൂടെയാണ് വന്നത്. Through. Okay? Along in the meaning കൂടെ, ഒരുമിച്ച് അല്ലെങ്കിൽ കൂടെ എന്നുള്ള please come along with me, എൻ്റെ കൂടെ വരൂ. Okay? Into and onto. Into എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും ഉള്ളിലേക്ക്, onto എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും മുകളിലേക്ക്. The cat jumped onto the chair. ചെയറിന്റെ മുകളിലേക്ക്. The cat jumped onto the man. ആ ഒരു ആളുടെ മുകളിലേക്ക്. I don't want to go into the crowd. ആ ക്രൗഡിന്റെ ഉള്ളിലേക്ക് എനിക്ക് പോകണ്ട. Okay? ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ. കുറെ ഡൗട്ട്സ് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടല്ലോ. സിമ്പിൾ ആയത് വയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഷിർഫാൻ, മൂവ്മെന്റ് ഡിസ്ക്രൈബ് ചെയ്ത വേർഡ്സിന്റെ മലയാളം എല്ലാം പറയുമോ? ഓക്കെ, അലോങ് നമ്മൾ പറഞ്ഞു കൂടെ. ദെൻ അക്രോസ് കുറുകെ, എബവ് മുകളിൽ, സോറി അറൗണ്ട് ഓർ റൗണ്ട് ചുറ്റും, ചുറ്റും എന്ന് പറയില്ലേ, ത്രൂ ആ വഴിയിലൂടെ അല്ലെങ്കിൽ അതിലൂടെ, ഇൻറ്റു എന്തിനെങ്കിലും ഉള്ളിലോട്ട്, ഉള്ളിലേക്ക്. ഓക്കെ, ഔട്ട് ഓഫ് പുറത്തേക്ക് പോ, ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്, ഓൺ ടു എന്തിന്റെയെങ്കിലും മുകളിലേക്ക്. ബിലോങ് ആയിരിക്കുന്ന അല്ലേ, ബിലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ ബിലോങ് ടു കേരള എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്നാണ് വരിക, ഞാൻ അതിൽ ഉൾപ്പെടുന്നു. ബിലോങ് എന്നാൽ ഉൾപ്പെടുന്നു എന്ന മീനിങ് ആണ് കേട്ടോ. ഓക്കെ, ഔട്ട് ഓഫ് സ്കോർ പറയാൻ യൂസ്, ഔട്ട് ഓഫ് സ്കോർ പറയാൻ യൂസ് ചെയ്യില്ല. യെസ്, ഔട്ട് ഓഫ് സ്കോർ, യു ആർ ഔട്ട് ഓഫ് ടൈം എന്ന് പറയാം, ഔട്ട് ഓഫ് സ്കോർ പറയാം. ഓക്കെ, യു ആർ ഔട്ട് ഓഫ് ടൈം, ടൈം ഔട്ട് ആയി. ബിഹൈൻഡ് എന്നാൽ പുറകിൽ. ഐ ആം സിറ്റിംഗ് ബിഹൈൻഡ് അമ്പിളി എന്ന് പറഞ്ഞാൽ ഞാൻ അമ്പിളിയുടെ പുറകിലാണ് ഇരിക്കുന്നത്. ബിഹൈൻഡ്, പുറകിൽ. ഓക്കെ, ഇനി നമ്മൾ മിസ് ഔട്ട് ആയ ഒരു വേർഡ് ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ ഒക്കെ ഇടയിൽ, അതായത് ഐ ആം സിറ്റിംഗ് ബിറ്റ്വീൻ ഷഹീമ ആൻഡ് അമ്പിളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലാണ്. ദ റെഡ് ബുക്ക് ഇസ് ബിറ്റ്വീൻ ടു ബ്ലൂ ബുക്സ്. റെഡ് ബുക്ക് ഇരിക്കുന്നത് രണ്ട് ബ്ലൂ ബുക്കുകളുടെ ഇടയിലാണ്. ഓക്കെ, ബിനീത്, അണ്ടർനീത്ത് എല്ലാം ബിലോ അണ്ടർ എന്ന സെയിം മീനിങ് ആണ് കേട്ടോ. ബിനീത്, അണ്ടർനീത്ത്, ബിലോ, അണ്ടർ എല്ലാം സെയിം മീനിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലാസ്റ്റ് വൺ, കൺജങ്ഷൻസ്. കൺജങ്ഷൻസ് എന്താണ്? രണ്ട് സെന്റൻസുകളെ അല്ലെങ്കിൽ രണ്ട് ഫ്രേസസിനെ അല്ലെങ്കിൽ രണ്ട് വേർഡ്സിനെ കണക്ട് ചെയ്ത് ഒരു സിംഗിൾ സെന്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് കൺജങ്ഷൻസ്. ഓക്കെ, ഇംഗ്ലീഷിൽ ഒരുപാട് കൺജങ്ഷൻസ് ഉണ്ട്, എല്ലാം ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. ബട്ട് കോമൺ ആയിട്ടുള്ള കുറച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ചോദിച്ച സിൻസ്, ബിക്കോസ്, ബട്ട്, ആൻഡ്, ഫോർസ്, ഇതെല്ലാം യെറ്റ്, ഇതെല്ലാം കൺജങ്ഷൻസ് ആണ്. ഓക്കെ, കൺജങ്ഷൻസ് ആർ വേർഡ്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേർബ് ആൻഡ് നൗൺ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ബിഫോർ ആഫ്റ്റർ എല്ലാം നമുക്ക് പ്രപ്പോസിഷൻസ് ആണ്. ഓക്കെ, കൺജങ്ഷൻസ് ആഫ്റ്ററും ഇവിടെയും നമുക്ക് കൺജങ്ഷൻസ് ആയിട്ട് വരും കേട്ടോ. ബിഫോർ ആഫ്റ്ററും നമ്മൾ സെന്റൻസ് കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏത് വേർഡും, ഇവിടെ ഒരു എക്സാമ്പിൾ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. വി കൻ സ്റ്റാർട്ട് ഡിന്നർ ആഫ്റ്റർ യു ഫിനിഷ് യുവർ ഹോംവർക്ക്. അവിടെ ആഫ്റ്റർ എന്താണ്? കൺജങ്ഷൻ ആയി. അറ്റ് ദ സെയിം ടൈം ആഫ്റ്റർ കൻ ഓൾസോ ബി എ
preposition. Okay. I am after you in the queue. ഞാൻ നിനക്ക് ക്യൂവിൽ നിനക്ക് ശേഷമാണ്, അല്ലെങ്കിൽ I am next to you in the queue. Okay, fine. So conjunctions നമ്മളിവിടെ 3 ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസിഫിക്കേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഈ ക്ലാസിഫിക്കേഷൻസിന്റെ പേര് കാണാപ്പാടം പഠിക്കുന്നതിലും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. അത് ജസ്റ്റ് നമ്മളിങ്ങനെ തിയറിറ്റിക്കലി പറഞ്ഞു പോകുമ്പോൾ പറയുന്നേ ഉള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട എന്താണ് ഈ വാക്കുകളുടെയൊക്കെ അർത്ഥവും ഇതെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് പഠിയണമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലെസന്റെ കൂടെയോ നിങ്ങൾ സ്വന്തമായിട്ടൊരു 10ഓ 15ഓ സെന്റൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ മാത്രമാണ് നിങ്ങൾ ഇതിൽ പെർഫെക്റ്റ് ആവുക. ഓക്കെ, യാ. സോ ഫസ്റ്റ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻഡിപെൻഡന്റ് ക്ലോസസ് ആണ്. ഇൻഡിപെൻഡന്റ് ക്ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കൺജങ്ഷൻ മാറ്റി നിർത്തിയാൽ 2 സെന്റൻസിനും കൃത്യമായ അർത്ഥം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഐ വാണ്ടഡ് ടു ഗോ ഫോർ എ വാക്ക് ഒരു മീനിങ്ഫുൾ സെന്റൻസ് അല്ലേ? ഐ വാണ്ടഡ് ടു ഗോ ഫോർ എ വാക്ക്, എനിക്ക് നടക്കാൻ പോകണം. നെക്സ്റ്റ് ഫ്രേസ്, അതിലെ നെക്സ്റ്റ് ക്ലോസ് എന്താണ്? ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്തു തുടങ്ങി. അതും ഒരു മീനിങ്ഫുൾ സെന്റൻസ് അല്ലേ? ഐ വാണ്ടഡ് ടു ഗോ ഫോർ എ വാക്ക് ബട്ട്, ഇവിടെ നമ്മൾ യൂസ് ചെയ്ത കൺജങ്ഷൻ ബട്ട് ആണ്. സോ എന്താണ്, 2 ക്ലോസസും ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് നമ്മൾ ആ ഒരു കൺജങ്ഷൻ അതിൽ നിന്ന് എടുത്തു കളഞ്ഞാലും 2 സെന്റൻസും വളരെ മീനിങ്ഫുൾ ആയി തന്നെ നിൽക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസിനെയാണ് കോർഡിനേറ്റിംഗ്. I wanted to go for a walk, but it started raining. I wanted to have some food and then go for shopping. So I wanted to eat some food another meaningful sentence ആണ്. I want to go for shopping എന്നതും meaningful sentence ആണ്. നമ്മൾ and ആണ് അവിടെ യൂസ് ചെയ്ത കൺജങ്ഷൻ. ഓക്കെ, ഇനി സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരെണ്ണം ഡിപെൻഡന്റ് ക്ലോസും ഒരെണ്ണം ഇൻഡിപെൻഡന്റ് ക്ലോസും ആയിരിക്കും. ഓക്കെ, അതായത് ഒന്ന് മറ്റൊന്നുമേൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ വി കൻ സ്റ്റാർട്ട് ഡിന്നർ, പക്ഷെ എപ്പോ? ആഫ്റ്റർ യു ഫിനിഷ് യുവർ ഹോംവർക്ക്. അവിടെ എന്താണ്, നീ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. നീ എപ്പോഴാണോ ഹോംവർക്ക് ചെയ്ത് കഴിയുന്നത് അപ്പോഴാണ് നമ്മൾ ഡിന്നർ കഴിക്കുക. സോ ഒരു കാര്യം മറ്റൊന്നുമേൽ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഓക്കെ, ആഫ്റ്റർ, ബിഫോർ, വെൻ, ഇതൊക്കെ നമുക്ക് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിൽ പറയാം. അധികവും ടൈം റിലേറ്റഡ് ആയിരിക്കും, ടൈം, പോസ്, എഫക്ട്. ഓക്കെ, ദെൻ കോറിലേറ്റീവ് കൺജങ്ഷൻസ്. കോറിലേറ്റിംഗ് കൺജങ്ഷൻ നമ്മൾ യൂസ് ചെയ്യപ്പോഴറിയോ, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന അർത്ഥം വരാം. യു ക്യാൻ എയ്തർ ഗോ ഫോർ സ്വിമ്മിങ് ഓർ റണ്ണിങ്. നിനക്ക് ഒന്നില്ലെങ്കിൽ സ്വിം ചെയ്യാൻ പോവാം, അല്ലെങ്കിൽ റണ്ണിങ്ങിന് പോവാം. നെയ്തർ നോർ, യു ക്യാൻ നെയ്തർ ഗോ ഔട്ട് നോർ വാച്ച് എ മൂവി. നിനക്കൊന്ന് പുറത്തു പോകാനും പറ്റില്ല, എന്നാൽ സിനിമ കാണാനും പറ്റില്ല. എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇറ്റ് ഇസ് നോട്ട് ഓൺലി റെയിനിങ് ബട്ട് ഓൾസോ വെരി കോൾഡ്. ഇന്ന് മഴ മാത്രമല്ല, പക്ഷെ വളരെ തണുപ്പുണ്ട്, വളരെ അധികം തണുപ്പുണ്ട്. യു ക്യാൻ ഹാവ് എയ്തർ ഐസ്ക്രീം ഓർ കേക്ക്. എയ്തർ ഓർ പറയാ പറ്റുന്ന സമയത്ത് പറ്റും. നിനക്കൊന്നില്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കാം, അല്ലെങ്കിൽ കേക്ക് കഴിക്കാം. നെയ്തർ എപ്പോഴാ യൂസ് ചെയ്യാ? യു കെൻ നോട്ട് ഹാവ് നെയ്തർ ഐസ്ക്രീം നോർ കേക്ക്. നിനക്ക് രണ്ടും പറ്റില്ല എന്ന് പറയാൻ നമുക്ക് നെയ്തർ യൂസ് ചെയ്യാം. ഓക്കെ, യെസ്, കറക്റ്റ് ആണ് മിഥിലാജ്. എയ്തർ ഓർ ഫോർ പോസിറ്റീവ് ആൻഡ് നെയ്തർ നോ ഫോർ നെഗറ്റീവ്. യെസ്, കറക്റ്റ്. ഓൾസോ ആൻഡ് അൺലെസ്. അൺലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും വരെ. യു കാൺട്ട് ഗോ ഔട്ട് അൺലെസ് യു കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്. നിനക്ക് പുറത്തു പോകാൻ പറ്റില്ല എപ്പോ വരെ? നീ ഹോംവർക്ക് ചെയ്ത് തീരുന്നത് വരെ. അൺലെസ് യു കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്. ഓൾസോ ഇറ്റ് ഈസ് റെയിനിങ് ഐ വിൽ ഗോ ഔട്ട് ടുഡേ. ഇന്ന് മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും, ഉണ്ടെങ്കിൽ പോലും എന്ന മീനിങ് വരാനാണ് ഓൾസോ. ഓൾസോ ഇറ്റ് ഈസ് റെയിനിങ് ഐ വിൽ ഗോ ഔട്ട് ടുഡേ. ഇന്ന് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പുറത്തു പോവും. ഓക്കെ, സോ കൺജങ്ഷൻസ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. Although it was raining, we went to the beach. Yes, correct ആണ്. For above sentence, is it correct if I use it was raining, yet we went to the beach? Yes, correct ആണ്. Correct ആണ്. It has the same meaning. മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ബീച്ചിൽ പോയി. Although it was raining, we went to the beach. മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അത് ജസ്റ്റ് ആ ഒരു സെന്റൻസ് സ്ട്രക്ചറിങ്ങിൽ മാത്രമേ വ്യത്യാസം വരൂ. ഓക്കെ,
I like to read while my brother likes to play video games. While-ന് പകരം and use ചെയ്യാമോ? Yes, of course. പറ്റും. I like to read and my brother likes to play video. Yes. Although and even though same അല്ലേ? Yes. While എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മളിപ്പോ I will cook some food while you study. നീ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് കുക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ എന്താണ്? ആ സമയത്ത്, നീ പഠിക്കുന്ന സമയത്ത്. ഇതിങ്ങനെയാണ്. എനിക്ക് വായിക്കാനാണ് ഇഷ്ടം, പക്ഷെ അതേ സമയം എന്റെ ബ്രദറിന് പടം വരക്കാനാണ് ഇഷ്ടം. അതേ സമയം എന്ന മീനിങ് വരാനാണ് കേട്ടോ വൈൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ലിറ്ററൽ മീനിങ് സമയം എന്നതിലും യൂസ് ചെയ്യാം. അതേപോലെ ഇപ്പൊ തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഐ ലൈക്ക് ടു റീഡ് while my brother likes to play video game. Okay, no action taken yet on the request. Ma'am, what is the meaning of unless? Unless എന്ന് പറഞ്ഞാൽ unless, until same meaning ആണ്. നിങ്ങൾ you cannot go out unless you complete your homework. നീ നിന്റെ homework കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ചെയ്ത് തീർത്താൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള മീനിങ് ആണ്. സോ unless, അത് ചെയ്യുന്നിടം വരെ. ഓക്കെ, unless and until ഒരുമിച്ച് യൂസ് ചെയ്യും നമ്മൾ. You cannot go out unless and until you complete your homework. Unless you have any other proof. Okay, you cannot join for the job unless you have any other proof. ഈ ഉള്ള പ്രൂഫുകൾ പറ്റില്ല, മറ്റെന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇല്ലാത്തടത്തോളം നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് കൺജങ്ഷൻസ് ആർ ക്ലിയർ. നമ്മൾ പറഞ്ഞ കൺജങ്ഷൻസ് മാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാട് കൺജങ്ഷൻസ് ഉണ്ട്. ഐ ലൈക്സ് either കോഫി ഓർ ടീ കറക്റ്റ് ആണോ? നോ. ഐ ലൈക്സ് വേണ്ട, ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും പ്ലൂറൽ യൂസേജ് ആണ്. ഐ ലൈക്ക് മതി. ഐ ലൈക്ക് either കോഫി ഓർ ടീ. നമ്മളെ കുറിച്ച് തന്നെ എനിക്ക് ചായ അല്ലെങ്കിൽ കോഫിയാണ് ഇഷ്ടം എന്ന് നമ്മൾ പറയില്ലല്ലോ. സോ ആ ഒരു സെന്റൻസ് സെൻസ്ലെസ് ആണ്. ഓക്കെ, യെറ്റ് എന്നതിന്റെ കറക്റ്റ് മീനിങ് അത് കോണ്ടെക്സ്ച്വലി അല്ലാണ്ട് ആ ഒരു വേർഡ് മീനിങ് എന്താ ഇപ്പൊ പറയാ? യെറ്റ് നമ്മൾ എപ്പോഴാ യൂസ് ചെയ്യാം? ഐ വെന്റ് ടു ദ ബീച്ച്. യെറ്റിന് 2-3 യൂസേജ് ഉണ്ട്. ഒന്ന് നമ്മൾ സമയത്തെ കുറിച്ച് പറയാൻ, അതായത് I tried a lot yet I couldn't get it. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തെങ്കിൽ പോലും എനിക്കത് നേടാൻ സാധിച്ചില്ല. I tried a lot yet I didn't get it. Okay, I haven't reached yet. ഞാൻ ഇനിയും എത്തിയിട്ടില്ല. സോ കറക്റ്റ് ഒരു വേർഡ് മീനിങ് പറയുകയാണെങ്കിൽ ഇനിയും. I haven't reached yet. ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇതുവരെ, ഇനിയും എന്നുള്ള മീനിങ് ഒക്കെയാണ് യെറ്റിന് വരിക. യെസ്, എന്നിട്ടും. യെസ്, I haven't reached yet. I have not received any mail yet. എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത്ര മണി ആയിട്ടും yet. Okay, fine. Okay, we've crossed 20 minutes after our time limit. So ഇവിടെ ഒരു ക്വിക്ക് ക്വിസ് ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ ആൻസേഴ്സ് ടൈപ്പ് ചെയ്യേണ്ട. ABC, ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ നിങ്ങൾക്കും എനിക്കും ഈസി ആയിരിക്കും. ഓക്കെ, വാട്ട് ഇസ് ദ സബ്ജക്ട് ഇൻ ദ സെന്റൻസ്? The car speeds down the road. Very good. That was very quick. Yes, you're all right. The right answer is the car. Very good. Coming to second question. Which art? ഞാൻ second question ലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും അതിന്റെ ആൻസർ ടൈപ്പ് ചെയ്യല്ലേ കേട്ടോ. Which article correctly completes the sentence? Dash apple a day keeps the doctor away. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ആണ് അല്ലേ? Yes, you are all correct. An apple a day keeps the doctor away. What form of the verb to go is correct for he in the simple present tense? നമ്മൾ simple present tenseൽ sentence formation ചെയ്തില്ലായിരുന്നു. he singular ആണ്. so go എന്ന verbനെ നമ്മൾ ഏത് ഫോമിലേക്കാണ് ആക്കുക? yes, very good. he goes to gym every day. He goes to school at 6 a.m. every day. Very good. Which conjunction fits here? I wanted to play outside. Dash, it was raining. ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കൺജങ്ഷൻ ഏതാണ്? Very good. But. Yes. And the last question. Choose the correct plural form of the noun child. Child എന്ന noun-ന്റെ correct ആയിട്ടുള്ള plural എന്താണ്? വെരി ഗുഡ്. കുറച്ചു പേര് സി പറഞ്ഞിട്ടുണ്ട്. സി അല്ല കേട്ടോ, ബി ആണ് കറക്റ്റ്. ചിൽഡ്രൻസ് എന്നൊരു യൂസേജ് ഇല്ല. ചൈൽഡിന്റെ പ്ലൂറൽ ആണ് ചിൽഡ്രൻ. പിന്നെ ചിൽഡ്രൻസ് എന്ന് പറയണ്ടില്ല.
പിന്നെയും അത് മീനിങ് ആവുക എപ്പോഴാണ്? ചിൽഡ്രൻ അപ്പോസ്ട്രോഫി എസ്, നേരത്തെ പറഞ്ഞ പോലെ ചിൽഡ്രൻസ് പാർക്ക്, ചിൽഡ്രൻസ് ഡേ എന്ന് പറയില്ലേ, കുട്ടികളുടെ ദിവസം, കുട്ടികളുടെ പാർക്ക്, ചിൽഡ്രൻസ് അപ്പോസ്ട്രോഫി എസ് ഇടുന്ന സമയത്താണ് നമ്മൾ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ഓൾ ക്ലിയർ. ഓക്കെ, സോ ഇനി ഇതുവരെ വീക്ക്ലി അസസ്മെന്റ് ചെയ്യാത്തവര് അത് ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ചെയ്യുക, സൂൺ ആഫ്റ്റർ ദ ക്ലാസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇവിടെ എത്ര പേര് ഓൾറെഡി EP ഡയറി സെറ്റ് ആക്കി? ഈ EP ഡയറി എല്ലാ ദിവസവും എഴുതുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഗിവ് മി എ തംസ് അപ്പ്. ഗുഡ് മറിയം, ഗുഡ് അമീന, ഗുഡ് തസ്നീം, ടീന, അസ്ന, വൈഷ്ണവി, ഗൗരി, എല്ലാ പേരും വായിക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ടു ഫാസ്റ്റ്. ഓക്കെ 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 ഓക്കെ, വെരി ഹാപ്പി ടു സീ സോ മെനി തംസ്, വെരി ഹാപ്പി. ഓക്കെ, സോ ഈ വീക്കിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും ബേസിക്സ്, അതായത് ബേസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെങ്കിലൊക്കെ ABCD എന്ന് പറയില്ലേ, സോ ബേസിക് ഇംഗ്ലീഷിന്റെ ABCDs ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്നല്ല, ഈ ഒരു വീക്കിൽ ത്രൂ ഔട്ട് നമ്മൾ പഠിക്കുകയും ഇന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്തത്. ഐ നോ നിങ്ങളുടെ എല്ലാവരുടെയും കുറച്ചൊക്കെ ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഞാൻ ഇടയിൽ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഐ എം സോറി ഫോർ ദാറ്റ്. നമ്മുടെ ഇന്നത്തെ എന്താണ് ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ടും നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് ആവുന്ന പ്രോസസ്സിലായതുകൊണ്ടും ഒരുപാട് ഡൗട്ട്സ് വന്നതുകൊണ്ടും നമ്മൾ ടൈം ഒരുപാട് എക്സീഡ് ചെയ്തതുകൊണ്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ടൈം മാനേജ്മെന്റ് ഒന്നുകൂടെ സെറ്റ് ആവും. നിങ്ങൾ ഇത്രയും പിടിച്ചെടുത്തില്ല, കറക്റ്റ് 1 hour തന്നെ നമ്മൾ സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാം. I hope everyone is clear with basic sentence structure, article, verb, simple present tense, adjectives, prepositions and conjunctions. ഈ കാര്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ സംഗതികളിൽ മനസ്സിലാവാത്ത ഡൗട്ട്സ് ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യുക. And you all did a great job today. So please don't forget to take the weekly quiz. ഒന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യാൻ കഴിയുന്നവർ ഇപ്പൊ തന്നെ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ ഒരു വീക്കിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ ആയിട്ടില്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ഇനിയും മനസ്സിലാക്കാനുള്ളത്, എവിടെയാണ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. Then next week we'll be looking into more tenses, that is past and future. Present നമ്മൾ ഇന്ന് കുറച്ച് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വീക്ക് നമ്മൾ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറിലേക്കും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. മോഡൽ വേർബ്സ് എന്താണ് എന്ന് നോക്കും. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വീക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീക്കിന്റെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം കേട്ടോ നെക്സ്റ്റ് വീക്ക് ലൈവ് സെഷനിൽ വരാൻ. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ബേസ് ഫസ്റ്റ് 30 days നമ്മൾ ബേസ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാണ്. ദാറ്റ് ഷുഡ് ബി വെരി സ്ട്രോങ്. ഇന്നത്തെ സെഷൻ കഴിഞ്ഞു, സോ ഫസ്റ്റത്തെ 7 days കട്ട് ഓഫ് ചെയ്യാം എന്നല്ല, നിങ്ങൾ 14th day ആയിരിക്കും നമ്മൾ ഇനി മീറ്റ് ചെയ്യുന്നത്. അന്ന് മീറ്റ് ചെയ്യുമ്പോൾ ഈ 14th day വരെയുള്ളത് റിവൈസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ വരേണ്ടത്. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങൾക്ക് ഡെയിലി വേർഡ് ഓഫ് ദി ഡേ ആൻഡ് ഇഡിയം ഓഫ് ദി ഡേ ഉണ്ട്. അത് വെറുതെ വായിച്ചു പോകാനുള്ളതല്ല, അത് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ ബോത്ത് ഇഡിയം വെച്ചിട്ടും വേർഡ് വെച്ചിട്ടും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അത് ഡെയിലി അങ്ങനെ തരുന്നത്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ EP-ൽ വീക്ക്ലി ഒരു വേർഡും ഒരു ഇഡിയമോ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അത് എന്താണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ഹെൽപ്ഫുൾ ആവാനും കുറച്ചും കൂടെ വൊക്കാബുലറി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അത് ഡെയിലി ബേസിസിൽ തന്നിരിക്കുന്നത്. ഓക്കെ, so with that we are winding up. Thank you all so much, and a gentle reminder, please don't forget about your weekly assessment. അത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഫസ്റ്റ് സെഷൻസ് ആയതുകൊണ്ടാണ് കേട്ടോ. കുറച്ചും കൂടെ ഒക്കെ സെഷൻസ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താണ് ഇടയിൽ കഥ പറയാനും പാട്ട് പാടാനും ഒക്കെ ടൈം കിട്ടും. ഈ ഫസ്റ്റ് 30 days നമ്മൾ കുറച്ച് ഇന്റൻസീവ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ക്ലാസ് ഭയങ്കര ഫോർമൽ ആയിട്ടും സീരിയസ് ആയിട്ടും ഒന്നും അല്ല പോവാറ്. So thank you all. Good night and take care. You may all leave.